വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ ആ സാറാണ്. അപ്പോൾ പന്നൂരാണ് സ്വദേശം. അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മളെല്ലാവരും അറിയും, വാർത്ത വെച്ച് കഴിഞ്ഞാൽ 24 ന്യൂസ് എന്ന് പറയുന്ന ചാനൽ, അതുപോലെ ഒരുപാട് പ്രാദേശിക ചാനലിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ ഫുൾ ടൈമായിട്ട് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള സാറാണ്. ആ സാറിനെ ഒരുപാട് സ്നേഹത്തോടും അതിലുപരി ആദരവോടും കൂടിയിട്ട് ഈ ക്വിക്ക് സ്റ്റാർട്ട് മോർണിംഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു സതി മാഡം. കേൾക്കാമല്ലോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ആ, കേൾക്കാം. വീഡിയോ ഒക്കെ ഓക്കെ അല്ലേ? അതെ അതെ, ഓക്കെ ആണ് സാർ. താങ്ക് യു. യെസ്, ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ടു എവരി വൺ. അസ്മാ മാഡം ഇന്നലെ വൈകിട്ടാണ് എന്നെ വിളിക്കുന്ന സമയത്ത് ചെറിയ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നൊരു വിവാഹ വീട്ടിലായിരുന്നു, ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം. രാത്രിയിൽ പിന്നെ ഉപ്പക്ക് ചെറിയ സുഖമില്ലായി കണ്ട്, അപ്പോൾ ഉപ്പന്റെ അടുത്ത് ഒരാൾ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നിൽക്കേണ്ട ദിവസമാണ്. അപ്പോ എന്ത് പറയും എന്നറിയില്ല. പക്ഷേ അസ്മാമിയുടെ നേരത്തെയും 2 തവണയോ മറ്റോ എന്നെ വിളിച്ചിട്ടുണ്ട്. 1 2 തവണ നേരത്തെയും വിളിച്ചിട്ടുണ്ട്. അന്നും ഞാൻ ഒഴിവ് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഒഴിവ് പറയാൻ പറ്റില്ല എന്ന് കരുതി ഏറ്റെടുത്തതാണ്. സാഹചര്യങ്ങൾ ഒരുപാട് പ്രതികൂലമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോ ഇന്നലെ രാത്രിയിൽ ഉറക്കൊഴിഞ്ഞ് എന്ന് തന്നെ പറയാം. ഉപ്പന്റെ അടുത്തായിരുന്നു. ഇപ്പൊ കുറച്ച് സുഖമില്ലാത്തത് കൊണ്ട് ഒരാളെ അടുത്ത് നിൽക്കണം. അത് അവിടുന്ന് തറവാട് വീട്ടിൽ നിന്ന് നേരെ ഒരു 5 മണിയായപ്പോൾ ഞാൻ ഇങ്ങ് പോന്നു. വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കാനുള്ള കാരണം MI ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു ബിസിനസ് എന്താണെന്നും ഇതുകൊണ്ട് എനിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനുണ്ടാവുന്ന നേട്ടം എന്താണെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇന്ന് നിങ്ങളെ മുന്നിൽ വന്ന് ഇവിടെ കുറച്ച് സമയം സംസാരിച്ചാൽ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പോസിറ്റീവ് ചിന്തകൾ കിട്ടുമെന്നും എനിക്ക് ഒരുപാട് ചാർജിങ് എനർജി കിട്ടുമെന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ മറ്റു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു പോസിറ്റീവ് ചിന്തകൾ രാവിലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെയൊക്കെ മുഖം കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യം എനിക്ക് ഒരുപാട് സന്തോഷം നൽകും. അതോടൊപ്പം എൻ്റെ വാക്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഒരു നല്ലതായിട്ട് നന്മയായിട്ട് തോന്നിയാൽ അതും സന്തോഷം തന്നെയാണ്. അപ്പോൾ ഏതായിരുന്നാലും കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. സാഹചര്യം പുറത്ത് നല്ല കനത്ത മഴയാണ്. പല സ്ഥലങ്ങളിലും മഴ ഉണ്ടാവാം. പല ആളുകൾക്കും നെറ്റ് പ്രശ്നം, കറണ്ട് പ്രശ്നമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇതൊക്കെ വകഞ്ഞു മാറ്റി നമ്മൾ മുന്നോട്ട് പോയിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നമൊന്നും നമുക്ക് തടസ്സമാവില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, നെറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. എന്ത് സംഭവിച്ചാലും അതൊക്കെ ഞാൻ ഓവർടേക്ക് ചെയ്തിരിക്കും എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ എന്നെ സതി മാഡം പരിചയപ്പെടുത്തി. എൻ്റെ പേര് സിദ്ദീഖ് എന്നാണ്. ഈ കൊടുവള്ളിയിൽ അടുത്തുള്ള ഒരു സ്ഥലം പന്നൂർ എന്ന് പറയും. കൃത്യമായിട്ട് പറയണമെങ്കിൽ നമ്മൾ അയ്യൂബ് സാറൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഉമ്മർ ഉസ്താദിന്റെ അപ്ലൈ ലീഡറാണ് എന്ന് പറഞ്ഞാലേ എന്നെ ആൾക്കാർ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആ ഉമ്മർ ഉസ്താദിന്റെ നാട്ടിലാണ് NTC ലീഡർ ആയിട്ടുള്ള. അപ്പോ ഞാൻ പ്രൊഫഷണലി ജേർണലിസ്റ്റ് ആയിരുന്നു. ന്യൂസ് 18 ചാനലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം 24 മാതൃഭൂമി, കൈരളി, മീഡിയ വൺ, അങ്ങനെ എല്ലാ ചാനലുകളിലും ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ താമരശ്ശേരി ആസ്ഥാനമായിട്ട് ഒരു പ്രാദേശിക ചാനൽ ഉണ്ടായിരുന്നു. ഒരു 10-14 സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് ഒരു പ്രാദേശിക ചാനലും നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2024 ജനുവരി മാസത്തിൽ യാദൃശ്യമായിട്ട് ഉമർ ഉസ്താദ് ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി, 5 വർഷത്തോളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തോ ഒരു ബിസിനസ് അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് നോക്കുകയോ ഫേസ്ബുക്കിൽ പോലും ബ്ലോക്ക് ചെയ്തു വെച്ചതായിരുന്നു. കാരണം എന്തെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ഇനി ഞാനത് കണ്ടു പോവണ്ട, അറിയണ്ട എന്ന് കരുതിയിട്ട് ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഉമർ ഉസ്താദിനെ ഒരു ദിവസം എൻ്റെ അങ്ങാടിയിൽ വെച്ച് യാദൃശ്യമായിട്ട് കണ്ടുപെട്ടപ്പോൾ ഒരു മനുഷ്യനല്ലേ, അറിയുന്ന ഒരാളല്ലേ, നാട്ടുകാരനല്ലേ, എന്തെങ്കിലും ഒന്ന് മിണ്ടണമല്ലോ എന്ന നിലക്ക് ഒരു വാക്ക് ചോദിച്ചതാണ്. ഞാൻ വർഷങ്ങളായിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അസിഡിറ്റി നെഞ്ചരിച്ചില്.
ഒരു 10 വർഷത്തോളമായിട്ട് നോമ്പ് നോൽക്കുക പോലത്തെ അങ്ങനത്തെ ഒരു കാര്യവും പറ്റില്ല. പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എവിടെ പോവുകയാണെങ്കിലും എനിക്കുള്ള ഭക്ഷണം 10 മണിക്കുള്ളതും ഉച്ചയ്ക്കുള്ളതും എൻ്റെ വണ്ടിയിൽ ഉണ്ടാവുമായിരുന്നു. ആ രീതിയിലായിരുന്നു പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വലിയ പ്രൊഫസർമാരെ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് 4-ാം ഗേറ്റിൽ ഒരു ശങ്കരൻകുട്ടി വാര്യർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ചികിത്സ ഒരുപാട് കാലം. കോഴിക്കോട് ബേബി ഹോസ്പിറ്റൽ, സഹകരണ ഹോസ്പിറ്റൽ എൻഡോസ്കോപ്പി പലതവണ ചെയ്തു. എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് കട്ടിപ്പാറ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറായിരുന്നു കുറെ വർഷം. 5 വർഷത്തോളം അദ്ദേഹത്തിന്റെ മരുന്ന്, ആയുർവേദ മരുന്ന് ഒരുപാട് കാശ് മുടക്കിയിട്ട് കുടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഗുണം ഉണ്ടായിട്ടില്ലായിരുന്നു. അങ്ങനെ പല ആളുകളും ഇങ്ങനെ നാട്ടിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഉമ്മർ മുസ്ലിയാർ അടുത്ത് എന്തോ ഒരു മരുന്നുണ്ടല്ലോ, എനിക്കൊന്ന് വാങ്ങി കുടിച്ചു നോക്കിക്കൂടെ, നല്ല മരുന്നാണെന്ന് പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഉമ്മർലിയാർ, ഞാൻ ഇവിടെ ആയിരിക്കും വലിയ ഒരുപാട് മരുന്ന് ഡോക്ടേഴ്സിന്റെ മരുന്ന് കുടിച്ച് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഒരുപാട് ചികിത്സ നടത്തിയിട്ട് മാറാത്തതാണോ? ഞങ്ങൾ പറയും ഓത്തുവരയിൽ ഉമ്മർലിയ എന്ന് പറയാം. അതായത് ഇവിടുത്തെ മൂപ്പരെ വീട്ടുപേരെങ്ങനെയാണ്, എന്നിട്ടാണോ ഓത്തുവരയിൽ ഉമ്മർലിയാരെ മരുന്ന് എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞാനത് അവഗണിച്ച് തള്ളിയൊരു കേസാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പല ആളുകളും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മൂപ്പരുടെ അടുത്ത് എന്തോ ഒരു മരുന്നുണ്ട് ഇത് പറയുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാനത് മൈൻഡ് ചെയ്ത് വിട്ടതാണ്. ഏതായിരുന്നാലും ഇങ്ങനെ കണ്ടുപെട്ട സമയത്ത് ഉമ്മർസ്ഥാനെ കണ്ടപ്പോൾ, അല്ല നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ എന്തോ ഒരു ഗ്യാസിന്റെ പ്രശ്നത്തിൽ എന്തോ ഒരു മരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ കഥ എന്ന് ചോദിച്ചു. ആ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ പേരെന്ന് ചോദിച്ചു. പേര് ഇങ്ങനെ ലിവാഗ് എങ്ങനോ പേര് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് എഴുതിയെടുത്തു. എന്റെ കയ്യിൽ എപ്പോഴും ചെറിയൊരു നോട്ട്ബുക്കും ചെറിയൊരു നോട്ട് പാഡും പെന്നും ഉണ്ടാവും. കാരണം നമ്മളെ ഫീൽഡ് അതായതുകൊണ്ട് തന്നെ ഈ സാധനം എപ്പോഴും വേണ്ടതാണ്. അപ്പൊ അത് എഴുതിയെടുത്ത് കമ്പനീന്റെ പേരെന്താന്ന് ചോദിച്ചു. കമ്പനീന്റെ പേരും പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ അന്ന് എനിക്ക് ചെറിയൊരു കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം ഉണ്ടായിട്ട് കോടഞ്ചേരി ഭാഗത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പച്ചമരുന്ന് കുടിച്ചിട്ട് വീട്ടിൽ വിശ്രമിക്കുന്ന സമയമായിരുന്നു. ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് കമ്പ്യൂട്ടർ ഓണാക്കി സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഈ പറഞ്ഞ സാധനങ്ങൾ എന്നും എന്താണ് കമ്പനിയുടെ അവസ്ഥ എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു ഭാവി എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ അന്നത്തെ ആ ഒരു ദിവസം മുഴുവനും ഇരുന്ന്, അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയതെങ്കിലും പക്ഷെ ഇതിന്റെ അനന്ത സാധ്യതകൾ അപ്പൊ തന്നെ എനിക്ക് ചെറിയ രീതിയിൽ മനസ്സിലായി. ഒരുപാട് റിസൾട്ടുകൾ യൂട്യൂബിലായിട്ടും ഗൂഗിളായിട്ടും ഒരുപാട് റിസൾട്ടുകളും മറ്റും ഇതിൽ കിട്ടി. പിന്നെ വേറെയും കുറെ പ്രൊഡക്റ്റുകളുടെയും പിന്നെ കുറെ ആളുകളുടെ എക്സ്പീരിയൻസും അങ്ങനെ കുറെ അന്ന് കണ്ടു. അപ്പൊ ഞാൻ വൈകിട്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് എനിക്ക് വേണം, കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അതിനൊരു ഐഡിയ എടുത്താൽ മതി, ഐഡിയ എടുത്തിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടും, ഹോൾസെയിൽ റേറ്റ് കിട്ടും, അത് സ്റ്റോറിൽ പോയി കിട്ടും. അപ്പൊ ഐഡിയ എടുക്കാൻ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ വീട്ടിൽ പോവാ, നമുക്ക് വീട്ടിൽ നിന്ന് ഞാനത് പറഞ്ഞുതരാൻ നോക്കാം. അങ്ങനെ വീട്ടിൽ ചെന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റ് പോയാൽ മതി, വെബ്സൈറ്റിൽ പോയിട്ട് ഇങ്ങനെ പേര് രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഞാൻ പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഫസ്റ്റിൽ ഒരു ഐഡി കിട്ടുമല്ലോ, മെയിൻ ഐഡി കിട്ടും. അപ്പൊ ഈ മെയിൻ ഐഡി കിട്ടിയാൽ ഞാൻ അതിന്റെ നമ്പർ ഇങ്ങനെ 423 എന്ന് പറഞ്ഞിട്ട സമയത്ത് പറഞ്ഞു, എന്നോട് അങ്ങനെ പറയല്ല, മലയാളത്തിൽ പറയുന്നത്. കാരണം ഈ 423 എന്ന് പറഞ്ഞാൽ എന്താന്ന് ആ മനുഷ്യന് അറിയില്ല. NTC ലീഡറാണ്. ഇപ്പൊ അദ്ദേഹം പറയും ഞാൻ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. പക്ഷെ ഈ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരാളാണ്. മാത്രമല്ല നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് എഴുതാൻ പോലും കഴിയാത്ത ഒരാളാണ് അദ്ദേഹം. പക്ഷെ NTC ലീഡറാണെന്ന് പറയുന്നു. അപ്പോ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഏതായാലും ഞാനന്ന് ആ കാര്യങ്ങൾ ചെയ്തു, ഐഡി അടിച്ചു, തിരിച്ചു പോന്നു. പിറ്റേന്ന് രാവിലെ കോഴിക്കോട് ഈ സാധനം കിട്ടണം എന്ത് ചെയ്യണം വെച്ചാൽ കോഴിക്കോട് സ്റ്റോറിൽ പോയാൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു കുറച്ച് അധികം എടുത്താൽ ആർക്കെങ്കിലും 4 ആൾക്ക് കൊടുത്തു നോക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ എടുത്താൽ ചെറിയൊരു ബിസിനസ് സാധ്യതയും അതിലുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ ഒരു 15,000 രൂപക്ക് എടുക്കാന്ന് പറഞ്ഞു. അന്ന് ഒരു എനിക്ക് തോന്നുന്നു 10,000 രൂപക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു 750 രൂപേന്റെ ഫ്രീ പ്രൊഡക്റ്റ് എന്ന സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 5,000 രൂപക്ക് മെയിൻ ആയിട്ട് ആക്റ്റീവ് ആക്കുകയും ഒരു 10,000 രൂപക്ക് കുറച്ച് സാധനം എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോന്നു. ഉപയോഗിച്ച് തുടങ്ങി. 2-3 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് വലിയ മാറ്റങ്ങൾ തോന്നി. തൽക്കാലം ഞാൻ കച്ചവടം കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ലെങ്കിൽ 15,000 രൂപ അല്ലേ, അതിനിപ്പോ പോവുകയാണെങ്കിൽ അതിൽക്ക് എത്രയോ ചെലവാക്കിയിട്ടുണ്ടല്ലോ എന്ന നിലയ്ക്ക് കുറച്ചിങ്ങ് വാങ്ങിയതാണ്. വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയ സമയത്താണ് ഇതിന്റെ എന്താ പറയാ മഹാത്ഭുതം എന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ തെറ്റാവൂല എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ പോരാ. ഏതായിരുന്നാലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അതുവരെ ജീവിതത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഫീലിംഗ്. അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചാൽ പോലും ഭയങ്കരമായിട്ടുള്ള നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു സിസ്റ്റമായിരുന്നു. മധുരമുള്ള ഒരു ജ്യൂസ് കുടിച്ചാൽ പോലും, മധുരമുള്ള സാധനം ഇറങ്ങുകയാണെങ്കിൽ പോലും ആ രീതിയിലുള്ള വേദന, അത്രയും പ്രയാസമായിരുന്നു. പിന്നെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ അപാര ടെൻഷനും പ്രശ്നങ്ങളുമാണ്. ഇനി ഭക്ഷണം വണ്ടിയിൽ ഉണ്ടെങ്കിൽ പോലും ഇരുന്ന് കഴിക്കാൻ കഴിയാത്ത ഓരോരോ സാഹചര്യമായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു.
അപ്പൊ ഏതായിരുന്നാലും വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയ സമയത്ത് പിന്നെ എന്നോട് പിന്നെ പറഞ്ഞു, ഒരു ലീഡേഴ്സ് പറഞ്ഞു ഒരു ഹോം മീറ്റിംഗ് നടത്തണം. വീട്ടിലേക്ക് കുറച്ച് ആളുകളെ, അയൽവാസികൾ, സുഹൃത്തുക്കളൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ സാധ്യത. അങ്ങനെ ആകുമ്പോൾ ഇതിലൊരു ബിസിനസ് സാധ്യതയുണ്ട്, മാത്രമല്ല കുറെ ആളുകൾക്ക് ഉപകാരമാവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പൊ എന്നാ പിന്നെ ഞാൻ വലിയ ജേർണലിസ്റ്റും വലിയ സംഭവമൊക്കെ ആണല്ലോ, അപ്പൊ പിന്നെ എന്നാ പിന്നെ പരിപാടി അങ്ങ് കളറാക്കി കളയാമെന്ന് തീരുമാനിച്ചു. നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെ, ഈ മഹല്ല് ഭാരവാഹികൾ, അതുപോലെ ഈ സർക്കാരിന്റെ ഒരു മലപ്പുറം സ്പിന്നിംഗ് ചെയർമാൻ എന്റെ നാട്ടുകാരനായിരുന്നു അദ്ദേഹം, അങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും, അയൽവാസികളെയും, സുഹൃത്തുക്കളെയും, കുടുംബക്കാരെയും ഒക്കെ വിളിച്ചു കൂട്ടി ഒരു 10-25 ആളുകൾ വന്നു. എന്റെ അനിയൻ ഇവിടുത്തെ വാർഡ് മെമ്പർ ആണ്, അതേപോലെ തൊട്ടടുത്ത വാർഡ് മെമ്പർ ഉണ്ട്, അങ്ങനെ ഇവരൊക്കെ ഉണ്ട്. അപ്പോ ബിജു സാറാണ് പ്രസന്റേഷൻ വന്നിട്ടുള്ളത്, ITC ലീഡർ, ഉമർ സാർ ഉൾപ്പെടെ എല്ലാ ലീഡേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സ്വാഗതം തുടങ്ങി. അങ്ങനെ ഓരോരുത്തരെ ഉദ്ഘാടനത്തിനും മറ്റും ഇങ്ങനെ ക്ഷണിച്ച് വരുന്ന സമയത്ത് ഓരോരുത്തരുടെ കയ്യിലും മൈക്ക് കൊടുക്കുന്ന സമയത്ത് ഇവരൊക്കെ പറയുന്നത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന്റെ റിസൾട്ടുകളാണ്. ഞാൻ ഇവരൊക്കെ വിളിച്ചു കൂട്ടിയത് ഇങ്ങനെ ഒരു സംഭവം ഭൂലോകത്തുണ്ട്, നിങ്ങളിതൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിച്ചാൽ നല്ലതാണ്, കുറെ ആളുകളിലേക്ക് എത്തിച്ചാലും നല്ലതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവരൊക്കെ പറയുന്നത് ഇതൊരു മഹാസംഭവമാണെന്നും ഇത് ഉപയോഗിച്ചാൽ ഇങ്ങനെ എങ്ങനെ ഗുണം ഉണ്ടാവുന്നും, ഈ ഒന്നും അറിയാത്ത പൊട്ടന്മാരെന്ന് ഞാൻ കരുതിയുന്ന ആളുകൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ സദസ്സിലോട് പറയാണ്. ഇവിടെ DYFIന്റെ ഒരു പ്രതിനിധിയായിട്ട് വന്ന ഒരാളുണ്ട്, ബിജു, എന്റെ അയൽവാസിയും കൂടിയാണ്. അദ്ദേഹം പറയാണ് ഈ കമ്പനിയിൽ ചാമ്പ്യൻ എന്ന് പറഞ്ഞ ഒരു തൈലമുണ്ട്, ആ തൈലം ഭയങ്കര സംഭവമാണ്, നിങ്ങളൊക്കെ വാങ്ങി അതൊന്ന് ഉപയോഗിച്ച് നോക്കണം, ഞാൻ അതിന്റെ ഗുണം അറിഞ്ഞ ആളാണ് എന്ന്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള റിസൾട്ടാ പറയുന്നത്. അപ്പൊ തന്നെ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഞാൻ പൊട്ടക്കിണറ്റിലെ തവളയായിരുന്നു എന്ന്. കാരണം ഞാൻ മാത്രം ഇതുവരെ ഇതൊന്നും അറിഞ്ഞില്ല, ഇവന്മാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നാലും അന്ന് തീരുമാനിച്ചതാണ്. ഈ ഹോം മീറ്റിംഗ് നടത്തുന്നതിന്റെ തൊട്ട് മുന്നേ തന്നെ പ്രൊഡക്റ്റുകൾ വേണമല്ലോ ഹോം മീറ്റിംഗ് നടത്തണമെങ്കിൽ. ഞാൻ 15,000 രൂപയ്ക്കേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു 35,000 രൂപ കൂടെ പോയിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു 50,000 രൂപന്റെ പ്രൊഡക്റ്റ് തികച്ചിട്ടാണ്. കാരണം ഞാൻ ഈ ബുക്ക് കൊണ്ടുവന്ന് നിർത്തി വെച്ച് നോക്കുന്ന സമയത്ത് ഒട്ടുമിക്ക സാധനങ്ങളും ഇതിലില്ല. വളരെ കുറഞ്ഞ 15,000 രൂപ അത്രയല്ലേ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 50,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് അങ്ങനെ ഒരു ഹോം മീറ്റിംഗ് തുടങ്ങി, അങ്ങനെ എത്തിപ്പെട്ടതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഉമർ ഉസ്താദ് പറഞ്ഞിരുന്നു വ്യാഴാഴ്ച അവിടെ ഇങ്ങനെ താമരശ്ശേരി ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, എന്റെ ഓഫീസും കാര്യങ്ങളൊക്കെ താമരശ്ശേരി, അപ്പൊ ഇനി ഏതായാലും താമരശ്ശേരിക്ക് പോകുന്നതല്ലേ, അവിടെ ഒന്ന് കയറി നോക്കുകയാണ്ടി. ആയിക്കോട്ടെ, ഒന്ന് കയറി നോക്കാറുണ്ട്. ബെല്ലി സാറ് പറയുന്ന രീതിയിൽ കയറി നോക്കുന്ന സമയത്ത് അങ്ങനെ കുറെ എലികൾ ഇങ്ങനെ കയറുന്നു ഇറങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം പോയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇതൊരു ബിസിനസ് സാധ്യത കൂടിയുള്ള സംഭവം എന്ന് മനസ്സിലായി. 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും ആഴ്ച ഞാൻ അവിടെ GTSന് പങ്കെടുത്തു. 3 ആഴ്ച കഴിഞ്ഞു പിന്നെ ഞാൻ പോയില്ല. അപ്പോ ആ സമയത്ത് ലീഡേഴ്സ് വിളിച്ച് ചോദിച്ചു അപ്പൊ എന്തേ വരാതിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഞാനിപ്പോ 2-3 ആഴ്ച വന്നല്ലോ, ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഒക്കെ മനസ്സിലാക്കി, ഇനിയിപ്പോ വരേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊക്കെ അറിയാം, ഞാൻ ആയിക്കോളും. അപ്പോൾ അല്ലെങ്കിൽ ഞാനാണ് വലിയ സംഭവമാണല്ലോ ഓൾറെഡി. അപ്പൊ പിന്നെ അങ്ങനെ അപ്പൊ ലീഡേഴ്സ് പറഞ്ഞു അതല്ല സംഭവം, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ മുടങ്ങാതെ GTSൽ പങ്കെടുക്കണം. ഈ ഒരു പ്രോഗ്രാം ഡെയിലി കേട്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ആയിക്കോട്ടെ, വ്യാഴാഴ്ചകളിൽ 2 മണിക്കൂറല്ലേ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ GTS കേൾക്കാൻ തുടങ്ങിയതാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഇനി ഞാൻ ഉപ്പേനായിട്ട് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അതിന്റെ മുമ്പ് 2-3 വ്യാഴാഴ്ചകളിൽ പങ്കെടുത്തിട്ടില്ല. ബാക്കിയുള്ള ഈ കഴിഞ്ഞ 15 മാസത്തിനിടയിലുള്ള എല്ലാ GTSലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ വരെ എത്തുമെന്ന് ഏകദേശം ഒരു രൂപം കിട്ടാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന എന്റെ സ്റ്റാഫായിട്ടുള്ള ആളുകളോടൊക്കെ പറഞ്ഞു നമ്മളിവിടെ പൂട്ടി താക്കോൽ കൊടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് രക്ഷപ്പെടാൻ നോക്കിക്കോളൂ, ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്കൊക്കെ നോക്കിയിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ആവശ്യമുള്ള ആളുകൾക്കൊക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു, മറ്റേതെങ്കിലുമൊക്കെ റെഫറലുകളിലൊക്കെ കൊടുത്തു. അങ്ങനെ സ്റ്റാഫൊക്കെ ഏകദേശം പോയി. അങ്ങനെ ന്യൂസ് 18 ചാനലിലാണ് എനിക്ക് മെയിനായിട്ട് റിസൈൻ ലെറ്റർ കൊടുക്കേണ്ടത്. മറ്റതൊക്കെ നമ്മളൊരു പിന്നെ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള സംഭവമാണ്, അത് പ്രശ്നമുണ്ടല്ലോ, ഞാൻ നാളെ മുതൽ ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ന്യൂസ് 18 ചാനലിൽ നമ്മൾ റിസൈൻ ലെറ്റർ കൊടുത്തു. ഡിസംബർ മാസത്തിലാണ്, കഴിഞ്ഞ 2024 ഡിസംബർ മാസത്തിലാണ് റിസൈൻ ലെറ്റർ കൊടുക്കുന്നത്. പക്ഷെ അവർ അപ്രൂവ് ആക്കിയില്ല. അപ്രൂവ് ആയിട്ട് തരുന്നത് ഈ ഫെബ്രുവരിയിലാണ്. പക്ഷെ ഞാൻ ആ ഡിസംബർ മുതൽ തന്നെ വർക്ക് ചെയ്യലൊക്കെ നിർത്തി. അതിന് മുമ്പ് തന്നെ
വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നല്ലാതെ ഏകദേശം ഞാൻ എൻ്റെ പിന്നെ ഒരു 75% എഫേർട്ടും ഈ എം ഐ ലൈഫ് സ്റ്റൈലിലേക്ക് മാറ്റിയിരുന്നു. ഏതായിരുന്നാലും ഡിസംബറോടെ ഞാൻ റിസൈൻ ചെയ്തു. ഡിസംബറിൽ മുതൽ ഫുൾ ടൈം ആയിട്ട് എം ഐ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു സ്ഥാപനം, ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരികയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്കുള്ള ഗുണം എന്ത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, ശാരീരികമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ എൻ്റെത് മാറി. അതോടൊപ്പം വീട്ടിൽ മോൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരുപാട് അലർജി പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ മാറി. കുടുംബത്തിലായിട്ടും അതുപോലെ അയൽവാസികളിലായിട്ടും സുഹൃത്തുക്കളിലായിട്ടും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറിയ സമയത്ത് എനിക്ക് മനസ്സിലായി, ഇത് നാട്ടുകാരിലേക്ക് എത്തിച്ചാൽ ഗുണം ഒന്നല്ല പലതുണ്ട്. ഒന്ന്, എനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുണ്ട്, പരമപ്രധാനം അതാണല്ലോ. അതോടൊപ്പം പക്ഷെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാനും കഴിയും. അത് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ശാരീരിക മാനസിക പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും കൂടി എനിക്ക് കഴിയും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തത്. ഞാൻ കഴിഞ്ഞ ഒരു 10-15 വർഷത്തോളമായിട്ട് ഈ ഒരു മീഡിയ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സമയത്ത് കുറച്ചാളുകൾക്കൊക്കെ ഇപ്പൊ നമ്മൾ വാർത്ത കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വീട് കിട്ടിയ ആളുകൾ ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടിയ ആളുകൾ ഉണ്ടാവാം. അതുപോലെ നിയമപരമായിട്ട് അധികൃതരുടെ നിന്ന് അവഗണിക്കപ്പെട്ട ആളുകൾക്കൊക്കെ ചില സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ കാര്യമായ നേട്ടങ്ങളൊന്നും പൊതുജനത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മീഡിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ വിവാദങ്ങൾ, നെഗറ്റീവുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യലാണ്. അപ്പോ നെഗറ്റീവുകൾക്ക് മാത്രമാണ് ശരിക്കും പരിഗണന ഉണ്ട്. ഇപ്പൊ നമ്മളൊരു മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ നമ്മളത് തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ ഷെഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വിവാദങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ തരണം എന്ന് പറയും. അപ്പൊ ലൈവ് അവിടുന്ന് ചെയ്യണം. അപ്പൊ അതല്ല, ഇഷ്യൂസ് ഒന്നുമില്ല, അദ്ദേഹം വികസനവുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ നടത്തിയ കാര്യങ്ങൾ, അല്ലെ ഈ ഉദ്ഘാടനം ചെയ്യുന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കേരളത്തിൽ ചെയ്യും, എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരും, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അത് വേണമെന്നില്ല, അത് ആവശ്യമില്ല. എന്നാൽ ഏതെങ്കിലും വേറൊരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതേ പാർട്ടിയിൽ തന്നെ പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരാൾ വരാതിരുന്നിട്ടുണ്ടോ, ഇത്തരം നെഗറ്റീവുകളാണ് അവിടെ നോക്കുക. എന്നാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് നെഗറ്റീവുകളൊക്കെ മാറ്റി പോസിറ്റീവ് ആക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ സാമ്പത്തിക ആണ് നമ്മൾ പരമപ്രധാനം. പണം തന്നെയാണല്ലോ, പൈസയാണല്ലോ. നമ്മൾ പറയും പൈസ ഉണ്ടായിട്ട് ഇപ്പൊ എന്ത് കാര്യം, ഒരുപാട് പൈസ ഉണ്ടായിട്ട് എന്താണ്, മരിച്ചു വേണുള്ള തടിയല്ലേ, 6 അടി മണ്ണല്ലേ എന്നൊക്കെ പറയും. പക്ഷേ പണമാണ് പ്രധാനം, മുഖ്യം പണമാണ്. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് വിലയുള്ളൂ. ഇല്ലെങ്കിൽ മനുഷ്യന് എന്താ പറയാ, ഒരു ഡാഷിന്റെ വിലയില്ല എന്ന് വരെ നമ്മളെ നാട്ടിലൊക്കെ പറയും. പൈസ ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഇവിടെ നമ്മളിപ്പോ ഒരു കല്യാണം നടക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചടങ്ങ് നടക്കുന്നു, അവിടെയൊക്കെ ഒരു മുതലാളിക്ക് ഉണ്ടാവുന്ന പരിഗണനയും ഒരു സാധാരണക്കാരനായ ആൾക്ക് കിട്ടുന്ന പരിഗണനയും രണ്ടും രണ്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം പൈസ തന്നെയാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനുള്ള തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മൾ ആരോഗ്യം പറയും, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ഒക്കെ നമ്മൾ പറയും. പക്ഷെ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ ആരോഗ്യം പോലും ഒരു പരിധി വരെ വിലക്കെടുക്കാൻ പറ്റും. ഒരു പരിധി വരെ എന്ന് ഞാൻ പറഞ്ഞത്, അങ്ങനെ വിലക്കെടുക്കാൻ കഴിഞ്ഞേക്കാം. അതോടൊപ്പം സന്തോഷവും ഒരു പക്ഷേ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയാം. ഒന്നുമില്ല, നല്ല കാശുണ്ടെങ്കിൽ ഫാമിലിനെ കൂട്ടി ദുബായിലൊന്ന് പോയി, മലേഷ്യയിലൊന്ന് പോയി, സിംഗപ്പൂരൊന്ന് പോയിട്ട് കറങ്ങി വരികയാണെങ്കിൽ വലിയ സന്തോഷം ഉണ്ടാവും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഞായറാഴ്ചകളിൽ, അതല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായിട്ട് ഒരു കേരള ട്രിപ്പെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകാൻ കഴിഞ്ഞാൽ കഴിയും, സന്തോഷം ഉണ്ടാവും. കാശ് ഉണ്ടെങ്കിൽ സന്തോഷവും വിലക്കെടുക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും പ്രധാനം കാശ് തന്നെയാണ്. ഈ കാശിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ പല കാര്യങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കാശ് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്ന സമയത്തും കാശ് കിട്ടുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ആരോഗ്യമോ സന്തോഷമോ നമുക്ക് അവിടെ കിട്ടുന്നില്ല. കാരണം നമുക്ക് ഈ ജോലി ചെയ്തിട്ട് കിട്ടുന്ന കാശ് നമ്മുടെ ഒരു ദിവസത്തെ ചെലവിനോ അല്ലെങ്കിൽ ഒരു മാസത്തെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകുന്നതിനോ തികയുന്നില്ല. അവിടെ പിന്നെ സന്തോഷം കൂടി വിലക്ക് വാങ്ങാനുള്ള കാശ് നമ്മളെ കയ്യിലില്ല. പിന്നെ കടം വാങ്ങിയിട്ട് സന്തോഷം കടം വാങ്ങണം. ആ കടം വാങ്ങിയ സന്തോഷത്തിന് അധിക ആയുസ് ഉണ്ടാവില്ല. അത് ഓല് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇരട്ടി ദുഃഖം ഉണ്ടാവുക. അപ്പൊ സന്തോഷം കടം വാങ്ങാൻ പറ്റില്ല, സന്തോഷം കാശ് കൊടുത്ത് തന്നെ വാങ്ങണം.
അപ്പോ അങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ ചെലവഴി ഇപ്പൊ നമ്മള് പറയും മറ്റു പല രീതിയിലൊക്കെ പല ആളുകളും എളുപ്പത്തിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട്, പല ആളുകളും ഗൾഫിൽ പോയിട്ട് വലിയ രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെ ശാശ്വതമാണോ എന്ന് ചിന്തിക്കണം. കാരണം നമുക്കറിയാം, എനിക്ക് അറിയാവുന്ന കൃത്യമായിട്ട് അറിയാവുന്ന പല ആളുകളുണ്ട്. ഒരു മൊബൈൽ ഫോണ്, അവരുടെ മൊബൈൽ ഫോണും നമ്പറും 5 6 മാസം കഴിയുമ്പോൾ വലിയ കുഴിയെടുത്തിട്ട് കുഴിച്ച് മൂടേണ്ട, എത്ര വിലപിടിപ്പുള്ള ഫോണാണെങ്കിലും കുഴിച്ച് മൂടേണ്ട സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. സംഗതി അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മൊബൈൽ ഫോൺ വഴി എന്തൊക്കെ നൂലാമാലകൾ ഇനി ഇവർക്ക് വരുന്ന അറിയാൻ പറ്റൂല. കാരണം ആ രീതിയിലാണ് ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ രീതിയിൽ സമ്പന്നരായിട്ടുണ്ടാവാം. പക്ഷേ സ്വസ്ഥത ഉണ്ടാവില്ല, അവിടെ സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ആരോഗ്യത്തിന്റെ നിന്നിട്ടല്ലേ. സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല. അത് വേറെ കാര്യം. അത് ഇതൊക്കെ പരസ്പരം ഡിപ്പെൻഡ്, ഓരോന്നും പരസ്പരം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ വാങ്ങി കൈക്കലാക്കി എടുക്കാൻ പറ്റിയ ഒരു മേഖലയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഇത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഉപ്പനയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. എന്നാൽ പോലും ആ സമയത്ത് പോലും ഞാൻ കൃത്യമായിട്ട് എന്റെ ഈ ഒരു ബിസിനസ് വിടാതെ മുറുകെ പിടിക്കുകയും ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നു. കാരണം ഇത് എന്റെ സ്വന്തം ബിസിനസ്സാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ലീഡേഴ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ ഒരുപാട് കേട്ട ആളുകളായിരിക്കാം. ഇപ്പൊ തന്നെ ഇപ്പൊ ഇത് ഈ ഒരു ടീമിന്റെ മോർണിംഗ് മീറ്റ് ആണെങ്കിലും എല്ലാ ദിവസങ്ങളിലും നടക്കുന്നതാണ്, എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ്, ഓരോ എക്സ്പീരിയൻസ് കേൾക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾ ഇത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ മൈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് ഇപ്പോ 2 വർഷമായി, അല്ലെങ്കിൽ 2.5 വർഷമായി, 3 വർഷമായി, എനിക്കിപ്പോ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക്, ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ വന്നിട്ട് 2 വർഷമായി, ഞാൻ എന്തൊക്കെ ചെയ്തു, എത്രത്തോളം ഞാൻ ചെയ്യുന്നുണ്ട് ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും ഞാൻ സീറോ ആണ്. ഞാനിപ്പോൾ ചിന്തിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമുക്കറിയാം നെക്സസ് പ്രോഗ്രാം നടന്നു. ഈ നെക്സസ് പ്രോഗ്രാമിൽ മുബീൻ മുഹമ്മദ് സാർ സ്റ്റേജിൽ കയറിയിട്ട് അവിടെ പറഞ്ഞു, എന്റെ കഴിവിന്റെ ഒരു 10% പോലും ഞാൻ ഇതിന് വിനിയോഗിച്ചില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. വേറൊരു വാക്കുണ്ട്, നമ്മുടെ കമ്പനിയുടെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളെയും മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ മാസത്തിൽ തരുന്ന 50 ലക്ഷം നക്കാപ്പിച്ചക്ക് വേണ്ടിയിട്ടല്ല മുബീൻ മുഹമ്മദ് ഈ പണിയെടുക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ വിഷൻ, അവരുടെയൊക്കെ കാഴ്ചപ്പാട് എന്താണ്? അവിടെയാണ് നമ്മൾ പറയുന്നത്, ഞാൻ 2 വർഷമായി പക്ഷേ ഒന്നും കിട്ടുന്നില്ല, കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. എന്നാൽ ലീഡേഴ്സ്, നമ്മളെ ഇപ്പൊ ബെല്ലിസാറിന്റെ ആ ഒരു കണ്ണിയാണല്ലോ നമ്മളൊക്കെ ഒരേ വിങ്ങിലല്ലേ. ഈ ബെല്ലിസാർ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് കമ്പനിയിൽ ഉണ്ടായിരുന്നത് 6 പ്രൊഡക്റ്റുകൾ. ഇതിന് സ്റ്റോർ ഇല്ല കേരളത്തില്. കിട്ടണമെങ്കിൽ മംഗളൂരോ മംഗലാപുരം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എടുക്കണം, കോയമ്പത്തൂർ, ചെന്നൈ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ഇവര് ഇത് ഏറ്റെടുത്ത് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ കയ്യെത്തും ദൂരത്ത് എല്ലാം കിട്ടുമ്പോഴും നമ്മൾ എത്രത്തോളം ഇത് ഏറ്റിട്ടുണ്ട് എന്ന് ഗൗരവമായിട്ട് ആലോചിക്കണം. അപ്പോൾ സൗകര്യങ്ങൾ കൂടിയ സമയത്ത്, സംവിധാനങ്ങൾ കൂടിയ സമയത്ത് നമ്മൾ മടിയന്മാരായി മാറി. എന്നാൽ ലീഡേഴ്സ് പറയുന്നു, വീട് വിട്ട് ഇറങ്ങി, അതായത് ഓരോരോ അച്ചീവ്മെന്റ് ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു കാര്യങ്ങൾ നേടിയെടുത്തിട്ടേ ഞാൻ ഇനി തിരിച്ച് വീട്ടിൽ കയറുള്ളൂ എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഞാൻ ഇറങ്ങിയെന്നൊക്കെ പറയുന്ന ലീഡേഴ്സ് ഉണ്ട്. അങ്ങനെ അവര് ഇറങ്ങിയത് കൊണ്ടാണ് അവർ ഇന്നത്തെ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഇറങ്ങാൻ തയ്യാറാവുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബിസിനസ് അതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർ വെറുതെ സമയം കളിക്കാൻ, നമ്മളെ ഭവനീഷ് സാർ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ആക്കാം നോക്കാം എന്നുള്ള വാക്ക് വിട്ടേക്ക്, യെസ് ഓർ നോ. ഞാൻ അത് 100% അംഗീകരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെങ്കിൽ MI ലൈഫ് സ്റ്റൈലിന് ചീത്തപ്പേരാവും. കാരണം പറയും, ഇപ്പൊ നമ്മളിപ്പോ ഒരാളെടുത്ത് പോയി പറയുന്ന സമയത്ത് പറയാതെ 6 മാസമായല്ലോ ആ വീട്ടിലുള്ള ചേച്ചി അവര് കൂടിയിട്ട് മൂപ്പർക്ക് കൂടിയിട്ട് 5 6 മാസമായാലും മൂപ്പർക്കൊന്നും കിട്ടിയില്ലല്ലോ ഇതുവരെ, പിന്നെ എങ്ങനെയാണെന്ന്. കാരണം ആ ചേർന്ന ആള് 6 മാസം ചേർന്ന് അവിടെ ഇരുന്നത് കൊണ്ട് ഒന്നും കിട്ടാൻ പോണില്ല. ഈ 6 മാസം കൊണ്ട് അയാൾ ചെയ്യേണ്ട കുറെ പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു, അത് അദ്ദേഹം ചെയ്തിട്ടില്ല. ലീഡേഴ്സ് പറയാറുണ്ട് കൃത്യമായിട്ട് ഇതിന് പോകേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് റൂള്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഒരുപാട് ലീഡേഴ്സ്, വലിയ ലീഡേഴ്സുള്ള ഒരു വിങ് തന്നെയാണ് നിങ്ങളതൊക്കെ. അപ്പൊ അവിടെയൊക്കെ കൃത്യമായ ട്രെയിനിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അംഗീകരിച്ചെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ, സംശയമില്ല.
അവിടെ നമ്മൾ ചിലതൊക്കെ ചെയ്ത് അതൊന്നും പാവില്ല ഇതൊന്നും ആവില്ല. പിന്നെ GTSൽ എല്ലാ ആഴ്ചകളിലും പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവാം. അവിടെ കുടുംബപരമായ കാര്യങ്ങൾ, കുട്ടികളുടെ സ്കൂള് കാര്യങ്ങൾ, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് നിർബന്ധമല്ല എല്ലാ ആഴ്ചയിലും പങ്കെടുക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല, നിർബന്ധമില്ല എന്ന് വെക്കാം. പക്ഷേ മോർണിംഗ് മീറ്റ് പോലത്തത് ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാൻ കഴിയും, ഒരു സംശയവുമില്ല. ഇനി വീഡിയോ ഓൺ ആക്കി ഇരിക്കാറുണ്ട് കുറെ ആളുകൾ, പക്ഷെ അതില്ലെങ്കിലും വീട്ടിലെ പണികൾക്കിടയിലാണെങ്കിൽ പോലും കുറെ കേൾക്കാൻ പറ്റും. ഇപ്പോ ഒരു മണിക്കൂർ നേരത്തെ മോർണിംഗ് മീറ്റ് ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ 5 മിനിറ്റിലെ കാര്യങ്ങൾ അവർക്ക് ബോധ്യമായിട്ടുണ്ടാവും. 5 മിനിറ്റ് ശരിക്കും കേട്ടിട്ടുണ്ടാവും ഒരു മണിക്കൂറിൽ. ഈ 5 മിനിറ്റ് 10 ദിവസം കേൾക്കുമ്പോൾ 50 മിനിറ്റായി മാറുകയാണ്. അങ്ങനെ ഒരാഴ്ച ഒരു മാസം കേൾക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു 2 മാസം 3 മാസം കേൾക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി ഇത് ലീഡേഴ്സ് പറയുന്ന സിസ്റ്റത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാളുകളിൽ മുബീൻ മുഹമ്മദ് സാറേക്കാണ് മുകളിൽ കയറാൻ നമുക്കൊക്കെ കഴിയും. കാരണം അവര് വരുന്ന സമയത്ത് വെറും പൊന്തക്കാടുകളും കുറ്റിക്കാടുകളും പാറക്കൂട്ടങ്ങളും മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർ ഈ പാറക്കൂട്ടങ്ങൾ മുഴുവനും ചുമന്ന് മാറ്റി വെട്ടിത്തെളിച്ച് നല്ല കോൺക്രീറ്റിന്റെ റോഡാക്കി വെച്ച് തന്നിട്ടുണ്ട് നമുക്ക്. NH നാഷണൽ ഹൈവേ എന്ന് പറയാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളി റബ്ബറൈസ്ഡ് റോഡാക്കി വെച്ച് തന്നിട്ടുണ്ട്. കാറ് അവര് റെഡിയാക്കി ഡ്രൈവറെയും വെച്ച് തന്നിട്ടുണ്ട്. നമ്മളൊന്ന് കയറി ഇരുന്നിട്ടാൽ മാത്രം മതി ഇപ്പൊ. പക്ഷെ അന്ന് അങ്ങനല്ല. ഇന്ന് ഇവർക്ക് കാറില്ല, ഡ്രൈവർ ഇല്ല. ചൂണ്ടിക്കാണിച്ചു കൂടെ 2:10 പോയിട്ട് 2500 കിട്ടിയ ഒരു മനുഷ്യനെ കാണിച്ചു കൊടുക്കാൻ ഇല്ലാത്ത സമയത്താണ് അവർ ഈ ബിസിനസ് ഏറ്റെടുത്തത്. എന്നാൽ ഇന്ന് എനിക്കിവിടെ പറയാനുള്ളത്, നോക്കി നിങ്ങൾ നോക്കി, ഓത്തരയുടെ ഉമ്മറിയാർക്ക് പിന്നെ ഇത്ര കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്കിവിടെ ഉണ്ട്. എന്നിട്ട് പോലും എൻ്റെ കഴിവിന്റെയോ അല്ലെ എൻ്റെ കപ്പാസിറ്റിയുടെയോ ഒരു 10% പോലും ഞാനിതിൽ വിനിയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നിപ്പോ ഞാൻ DTC റാങ്കിലാണ്. ഏകദേശം ഒരു 15 മാസത്തോളം ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട് എനിക്കൊരു STCക്ക് എത്തേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കഴിവും കേടും പരാജയവുമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നെക്സസിന് ശേഷം ദ നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ് ബിസിനസ്. അപ്പോൾ ദ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ, ഞാൻ ആ തീരുമാനം എടുത്തിറങ്ങിയതാണ്. അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം വലിയ നേട്ടങ്ങൾ ഒരുമിച്ച്, ഒരാൾക്കല്ല, ഇത് ഒരു ടീമാണെങ്കിൽ ടീം വർക്ക് ആണല്ലോ, ടീമിന് ഒരുമിച്ച് വിജയിച്ച് കയറാൻ പറ്റിയ ഒരു അവസരമാണ്. ഭൂമി ലോകത്ത് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, ഇതുപോലത്തെ ഒരു അവസരം വേറെ എന്തെങ്കിലും ഉണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ഞാൻ അവരെ കൂടെ കൂടും. കാരണം മൈ ലൈഫ് സ്റ്റൈൽ ഇത്ര കാലം ബിസിനസ് ചെയ്യാനൊന്നും നമ്മൾ എഗ്രിമെന്റ് കൊടുത്തിട്ടില്ല. ഏറ്റവും നല്ല അവസരം എവിടെ ഉണ്ടോ അത് ഏറ്റെടുക്കുന്നതിന് നമുക്കൊരു തടസ്സവും ഇന്നില്ല. നമ്മളൊക്കെ പിന്നെ സ്വതന്ത്രരല്ലേ. അപ്പോ എന്നാൽ ഇവിടെ ഇന്ത്യ രാജ്യത്ത് നമുക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ മെച്ചത്തിൽ നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാനും, ഒരാളെയും പറ്റിക്കാതെ, ഒരാൾക്കും ഒരു പ്രയാസവും വരുത്താതെ, ആർക്കും ഒരു നഷ്ടവും വരുത്താതെ, നമ്മൾക്കും ഒരു നഷ്ടമില്ലാതെ, ബെല്ലിസാറ് പറയുന്ന വാക്കുണ്ട്, എന്നെ ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ആരെങ്കിലും പറ്റിക്കേണ്ടി വരുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് എന്തെങ്കിലും നഷ്ടം വരുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഞാൻ കാരണമായിട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം വരുമോ എന്നാണ് നോക്കുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും പറയുന്നത് നമ്മൾ എന്തെങ്കിലും കേൾക്കണം. അപ്പോ ഇത് മനസ്സിലാക്കി നമ്മുടെ ബുദ്ധി ആർക്കും പണയം വെക്കാതിരിക്കുക, ഇരുന്ന് പഠിക്കുക. ഇപ്പൊ ഇന്ന് AI കാലമാണ്. AI കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് AIന്റെ ChatGPT ഒക്കെ സാധ്യതകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസമായിട്ട് ഓഫീസിൽ പോയി ഇരുന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ടീമിലേക്ക് മാക്സിമം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ട്രെയിനിങ് വെക്കും, അവർക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ പഠിപ്പിക്കും. അങ്ങനെ ഞാൻ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ മുഴുവനും എൻ്റെ ടീമിലേക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത അതാണ്. ഇപ്പൊ ഈ ഒരു ടീമിൽ ഇപ്പൊ അസ്മാമി മേഡം എന്നെ വിളിച്ച സമയത്ത് ഞാൻ ഇതിൽ വന്ന് സംസാരിച്ചത് കൊണ്ട് എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു വണ്ടിക്കൂലിയോ അല്ലെങ്കിൽ നിങ്ങൾ നെറ്റൊക്കെ ചെലവാക്കിയതല്ല, അതിനുള്ള ഒരു പൈസ ഗൂഗിൾ പേ ചെയ്യാനൊന്നും ആരും പറയൂല. അങ്ങനെ ഒരു സിസ്റ്റം ഇതിലില്ല. ഒരു ഉറുപ്പിക എനിക്ക് കിട്ടൂലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇതിലുള്ള എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നാലും നമ്മളിത് പറയാൻ തയ്യാറാന്ന് വെച്ചാൽ, ഞാൻ ഇത് വന്ന് പറയുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന നേട്ടം പിന്നെ എന്താ കണക്കാക്കാൻ കഴിയുന്നതല്ല. കാരണം ഞാൻ ഒന്നുകൂടെ ചാർജ് ആവുകയാണ്. നമ്മളെ 1,00,000 രൂപ വിലയുള്ള ഐഫോൺ അല്ലെ 1,50,000 രൂപ വിലയുള്ള ഐഫോൺ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ചാർജ് തീർന്നു കഴിഞ്ഞാൽ അത് ഒന്നിനും പറ്റൂല, പൂച്ചനെറിയാനേ പറ്റുള്ളൂ.
വേറെ ഒന്നിനും ആ സാധനം പറ്റൂല. അതിൽ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫോൺ കൊണ്ട് ഉപയോഗമുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഫുൾ ടൈം 100% എന്റെ ഫോൺ എപ്പോഴും ഞാൻ എവിടേക്ക് പോവുകയാണെങ്കിലും, വണ്ടിയിലാണെങ്കിലും ചാർജർ ഉണ്ടാവും, ഓഫീസിലാണെങ്കിലും ചാർജർ ഉണ്ടാവും. ഇനി അതല്ല വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ബാഗ് ഉണ്ടെങ്കിൽ ബാഗിൽ ഒരു ചാർജ് എടുത്തില്ല. എന്റെ ഫോൺ എപ്പോഴും ഫുൾ ചാർജിലായിക്കണം എന്ന് എനിക്ക് നിർബന്ധം. എന്നാലേ എനിക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലും നമ്മൾ ഫുൾ ടൈം ചാർജിലാണ് എന്ന് ഉറപ്പ് വരുത്തിയാൽ ഒരു സംശയമില്ല വിജയിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. BV മാച്ച് ആയിട്ട് ഇന്ന് വരെ ബുധനാഴ്ചത്തെ ദിവസം വരുമാനം കിട്ടാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല ബുധനാഴ്ച കഴിഞ്ഞു പക്ഷെ മൂന്നാമത്തെ ബുധനാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വരുമാനം കിട്ടിയില്ല. അത് മാത്രം നോക്കിയാൽ അതിന്റെ അപ്പുറം ഒന്നും നോക്കണ്ട. BV മാച്ച് ആയിട്ടുണ്ടോ വരുമാനം കിട്ടിയിരിക്കും. പിന്നെ നമ്മൾ എന്തിനു നോക്കിയിരിക്കണം? അവിടെ വേറെ ഒന്നുകൊണ്ട് ഇപ്പൊ പല മറ്റു ഡയറക്ട് സെല്ലിങ്ങിൽ ഞാൻ നേരത്തെ ഒന്നിനെ കുറിച്ചും പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പം ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം മറ്റു പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കുറിച്ചും പഠിച്ചു നോക്കി. കാരണം താരതമ്യം ചെയ്യുമ്പോൾ പല ആളുകളും പല വിഷയങ്ങളും പറയാണ്. നമ്മൾ പല സ്ഥലത്ത് പോകുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒന്നും കിട്ടിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഹോം മീറ്റിങ്ങിന് പോയ സമയത്ത് ഒരു താത്ത അവിടുന്ന് പറഞ്ഞു, നമ്മളെ എന്റെ അപ്ലൈ ലീഡർ സൗദമേടായിരുന്നു പ്രസന്റേഷൻ നടത്തുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നു, മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ, അല്ല ഇതൊക്കെ ഞാൻ കുറെ ചെയ്തതാണ്, അതൊക്കെ നടക്കൂല, ആൾക്കാർ പറയും കൊണ്ടിടക്കും, വിൽക്കണം, ആൾക്കാർ പറയും വിലയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ, നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇതല്ല ചെയ്ത്, ഞാൻ വേറെ ചെയ്തു. എന്നാ ആയിക്കോട്ടെ നിങ്ങളിതൊന്ന് കേൾക്കുന്നു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് അവരെ കൊണ്ട് അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾ ഏതായും ചെയ്തൊരു കമ്പനീന്റെ പേര് പറഞ്ഞു. ഒരു വർഷം ചെയ്തു, കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, മാസത്തിൽ ഇത്രയൊക്കെ എടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അതല്ല ഇത് എന്ന് പറഞ്ഞു കൊടുത്ത സമയത്ത് ഇവര് ചോദിച്ചാൽ അതിന്റെ ക്ലാസ് ഉണ്ടോ? ആ ക്ലാസ്സുകൾ ഉണ്ട്, എല്ലാ വ്യാഴാഴ്ചയും താമരശ്ശേരിയിലുണ്ട്. എന്നാ ഞാൻ വരും എന്ന് പറഞ്ഞു. പിറ്റത്താഴ്ച അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം ഇവര് ക്ലാസ്സിന് വന്നു. ഇവരെ കൂടെ വേറെ ആൾ വന്നു. അതിന്റെ രണ്ടാമത്തെ ആഴ്ച ഇവര് വേറെ രണ്ടുപേരെയും കൂട്ടി വന്നു. പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെട്ടവർ ഏറ്റെടുത്തു. കാരണം അവർക്ക് മറ്റു കമ്പനീന്റെ പല പ്ലാനും അറിയായിരുന്നു. ഇതേപോലെ ഞാൻ മറ്റു പല കമ്പനീന്റെ പ്ലാനുകൾ ഇപ്പൊ പഠിക്കാൻ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് പല കമ്പനികളിലും ഈ പറയുന്ന രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം ഇല്ല. അവിടെയൊക്കെ ഉള്ള പ്രശ്നങ്ങള് ഒരു സാധാരണക്കാരായ ആളുകൾ, ഇപ്പോ ഒരു കമ്പനിയുടെ അവർക്ക് ഒരു മാസം നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു BV മാച്ചിങ് ആയിട്ടില്ലെങ്കിൽ 30-ാം തീയതിയോടുകൂടി ക്ലീൻ ആയി പോകും. 1-ാം തീയതി 0-യിൽ നിന്ന് തുടങ്ങണം. കഴിഞ്ഞ ഒരു മാസം നമ്മൾ എടുത്ത എഫേർട്ട് മുഴുവനും വെറുതെ ആയി പോകും. അങ്ങനെ പല കമ്പനികൾ, നമ്മൾ ഒരു കമ്പനീന്റെ പേര് പറയുന്ന, ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ എല്ലാം കൊണ്ടും 1-ാം സ്ഥാനമാണ്. പ്രൊഡക്റ്റുകളുടെ ആണെങ്കിലും വരുമാനത്തിന്റെ ആണെങ്കിലും പ്ലാൻ ആണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ ഇതിൽ അപ്പുറം ഇനി നമ്മൾ ഒന്നും ആലോചിക്കാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം അത് ലീഡേഴ്സിനെ വിളിച്ച് ചോദിച്ച് ക്ലിയർ ചെയ്യണം. നമ്മള് ഒരു നല്ലൊരു ഷൂ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നമുക്ക് ഓടിപ്പോകാം, ഒരു പ്രയാസമില്ല. ടാറിങ് നടക്കുന്ന സമയത്ത് നല്ലൊരു ഷൂ ഇട്ടിട്ടാണ് ഇവർ ഈ ടാറിന്റെ മുകളിൽ കൂടെ പണിയെടുത്ത് നടക്കുന്നത്. അവരെ കാലിലൊക്കെ ഷൂലൊക്കെ ടാറാവും, പക്ഷേ നിലത്തും ടാറുണ്ടാവും, അവരെ കാലിൽ ബാധിക്കൂല. എന്നാൽ അവിടെ നമ്മള് ബേബി മെറ്റൽ എന്ന് പറയും. ഈ ടാറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുകളിലിടുന്ന ചെറിയൊരു മെറ്റൽ ഉണ്ട്, അവലും പൊടി എന്നൊക്കെ പറയും നമ്മള്. ഈ ഒരു സാധനം ഒറ്റ നമ്മുടെ ഷൂവിന്റെ ഉള്ളിലോ ഷോക്സിന്റെ ഉള്ളിലോ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയൂല. അപ്പൊ നമ്മുടെ കാലിനുള്ളിൽ ഒരു തരി സംശയം, ഒരു കല്ല് ഇല്ല എന്ന് നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു തരി സംശയം ഇല്ല എന്ന് നമ്മൾ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഒരാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ നമ്മളൊക്കെ ചില സമയത്ത് ചില ആളുകളായിട്ട് പോയി അല്ല ആദ്യമായിട്ട് സജീവമായിട്ട് നിന്ന ആളുകൾ പിന്നെ അവരൊന്ന് പിന്നോട്ട് പോകും, ചോദിക്കും അല്ല എന്താ ഇപ്പൊ ഇങ്ങനെ, അല്ല അത് ഞാൻ ഇങ്ങനെ ഒരാളോട് പറഞ്ഞപ്പോ അയാൾ ഇങ്ങനെ പറഞ്ഞു. ഈ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള വിവരം അപ്പോൾ തന്നെ ലീഡേഴ്സിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് മറുപടി കിട്ടും. അതല്ലെങ്കിൽ GPS സെന്ററുകളിൽ സ്ഥിരമായിട്ട് പോവുകയാണെങ്കിൽ അതിനുള്ള മറുപടി ഒക്കെ കിട്ടിയിരിക്കും, ഒരു സംശയമില്ല. മറുപടി ഇല്ലാത്ത ഒരു സംശയവും MI ലൈഫ് സ്റ്റൈൽ ഉണ്ടാവില്ല. അതിപ്പോ നമുക്ക് അങ്ങനെ പറയാൻ കഴിയൂല എന്നൊരു സിസ്റ്റം ഇവിടെ ഇല്ല. എല്ലാത്തിനും കൃത്യമായ മറുപടികൾ ഉണ്ടാവും. സാഹചര്യം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പൊ കാലവർഷമാണ്, മഴക്കാലം ആരംഭിച്ച സമയത്ത് ഒരുപാട് പകർച്ചവ്യാധികളുടെ കാലം, പ്രത്യേകിച്ച് മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള കാര്യം വളരെ സജീവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഇവിടെ എന്റെ നാട്ടില് മഞ്ഞപ്പിത്തം വ്യാപകമായിട്ടുണ്ട്. 80ഓളം ആളുകൾക്ക് മഞ്ഞപ്പിത്തമുണ്ട്. അപ്പോ ഇവിടെ പല ആളുകൾക്കും വലിയ പ്രയാസ കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്റെ അനിയൻ വാർഡ് മെമ്പറാണ്, അനിയന്റെ മകന് മഞ്ഞപ്പിത്തമുണ്ട്. ഇവർ ഒരുമിച്ച് ഒരു കുളത്തിൽ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. ആ കുളത്തിനോട് ചേർന്ന് കുടിവെള്ള പദ്ധതി ഉണ്ട്. ആ കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച ആളുകൾക്കാണ് കൂടുതലും മഞ്ഞപ്പിത്തമുള്ളത്. അപ്പൊ എന്തായാലും മോനും പനി വന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവാണ്. അനിയന്റെ മോന് പോസിറ്റീവ്.
രണ്ടാൾക്കും പനി വന്നതാ. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മോനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത സമയത്ത് ഓൻ അപ്പോഴും നെഗറ്റീവാണ്, പ്രശ്നമൊന്നുമില്ല. കാരണം പനിയും 2 ദിവസം കൊണ്ട് മാറി. കവചപ്രാശം ഇവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ മഴക്കാലം വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു കവചപ്രാശന്റെ കൂടെ ബിലോ 37 കൂടെ എല്ലാവരും വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരുന്നു. ബിലോ 37 സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കവചപ്രാശം ഇപ്പൊ 11ാമത്തെ ബോട്ടിൽ തീർന്നു. അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ പനി പോലത്തെ ഒരു പ്രശ്നവും നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഒരു 15 മാസമായിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ആർക്കെങ്കിലും ഒരു പനിയോ ജലദോഷമോ വന്നാൽ 1-2 ദിവസം കൊണ്ട് ക്ലിയർ ആവുക. എന്നാൽ മറ്റു പല നമ്മളെ അയൽവാസികൾക്കൊക്കെ പല ആളുകൾക്കും പനി വന്ന് 10-15 ദിവസം ക്ഷീണിച്ച് കിടക്കുന്ന അവസ്ഥ. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് അപാര റിസൾട്ടാണ്, ഒടുക്കത്തെ റിസൾട്ടാണ്. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, കവചപ്രാശം ആണെങ്കിലും ഒക്കെ അതൊക്കെ അതിനൊക്കെ ട്രെയിനിങ് ഒക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. പക്ഷെ ഉപയോഗിക്കണം. ഇൻഹേലർ അസാധ്യ സാധന, കാണാൻ ഇത്രയുള്ള ഈർക്കൽമാർക്കാണ് ഇൻഹേലർ, പക്ഷെ അതൊരു വല്ലാത്തൊരു മുതലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം. പ്രതിരോധം ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ശരീരം സംരക്ഷിച്ചു കഴിഞ്ഞാലേ നമുക്ക് പൈസ ഉണ്ടാക്കാനാവുള്ളൂ. അപ്പൊ നമ്മൾ ശരീരം സംരക്ഷിക്കാൻ നിർബന്ധമായിട്ടും നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. റിസൾട്ട് പറയണമെങ്കിൽ നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അതേ ഞാനിങ്ങനെ നാളെ ഒരാൾക്ക് കൊടുത്തീന് ഓൾക്ക് നല്ല ഗുണമുണ്ട് എന്നാണ് പറയുന്നത്, കുഴപ്പമൊന്നുമില്ല എന്നാ ഓല് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഓല് പറഞ്ഞത്. നമ്മൾ സംസാരം കേട്ടാൽ തന്നെ ഓൾക്ക് അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എന്നാൽ അതല്ല, ഇത് നിങ്ങൾ ഉപയോഗിച്ചോളൂ കേട്ടോ, സാധനം അടിപൊളി, ഞാൻ ഉപയോഗിച്ച് എന്റെ ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞാൽ എന്നാ അങ്ങ് എടുക്കുന്ന പറയും. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ട് പറയുന്ന റിസൾട്ട് അത് വേറെ ലെവല് തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച് രണ്ട് ചാക്ക് കാലി ബോട്ടിലുകൾ ഉണ്ട്. വൈഫ് ഇങ്ങനെ പറയുന്നത് ഒന്ന് വീണ്ടും സ്റ്റോർ റൂമിൽ നിന്ന് ഒഴിവാക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. നിരത്തി വെച്ച് നോക്കിയ സമയത്ത് ലിവഗൈന്റെ ബോട്ടിൽ ഏകദേശം 75 ഉണ്ട്. ഇമ്മോണത്തിൽപ്പസ് ഒരു 13 എണ്ണങ്ങാനുണ്ട്. അതുപോലെ കവചപ്രാശം 10 ഉണ്ട്. ന്യൂട്രി ലൈഫ് 2-3 പെട്ടികളുണ്ട്, കുപ്പികൾ. അപ്പൊ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി വയ്ക്കാൻ നല്ലൊരു സംഖ്യ ഉണ്ടാവും. പക്ഷെ അതിന്റെ എത്രയോ 10 മടങ്ങ് ഞാൻ ഇത് ഉപയോഗിച്ചത് കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഞാൻ ഈ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എനിക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിലോ ഒരു രക്ഷയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പുതുതായിട്ട് വന്നാണ് ഫുള്ളാനീസി. എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മുൻ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു. ഇവർക്ക് ഭയങ്കര ഈ ശോധന പ്രശ്നവും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്, വയറുവേദനയൊക്കെ ഉണ്ട്, സ്കാനിങ് ചെയ്യണം, എന്തായാലും ഒന്ന് ഡോക്ടറെ കാണണം, വലിയ പ്രയാസത്തിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്താ പ്രശ്നം പിന്നെ നമ്മൾ അങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, നമ്മുടെ ഈ ഫുള്ളാനീസിന്റെ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് വീഡിയോ ഇട്ട് കൊടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു ഇങ്ങനെ സാധനം ഇല്ല, അതൊന്നും എനിക്ക് വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മോൻ വന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഞാൻ ഇന്നലെ മെനിയാന്ന് വിളിച്ചു ചോദിച്ച സമയത്ത് പറഞ്ഞു ഒരു പാക്കറ്റ്, നമ്മുടെ ഫുള്ളാനീസിയിൽ 10 ഇതില്ലല്ലേ, പൊടിയല്ലേ, പാക്കറ്റ് അല്ലേ, ഒരു പാക്കറ്റ് ഒരു ദിവസം ഞാൻ ഉപയോഗിച്ചു. അതിനുശേഷം ഇന്ന് വരെ മോഷനൊക്കെ നോർമലാണ്, ഒരു പ്രശ്നവുമില്ല. ഞാൻ സ്കാനിങ്ങിനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. ഒറ്റ പാക്കറ്റ് ഉപയോഗിച്ചേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി നിങ്ങൾക്ക് ഇറങ്ങാൻ എന്താ താമസമുള്ളത്? ഇല്ല, ഞാൻ വേറെ ആൾക്കാരോട് പറഞ്ഞു ഓർക്കും ഇതേ പ്രശ്നമുണ്ട്, ഓർക്കും ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് പ്രൊഡക്റ്റുകളുടെ അവസ്ഥ. അങ്ങനെ പുതിയ നെർവനത്തിന്റെ ഒക്കെ ഞാൻ ഉപയോഗിച്ച് നെർവനറ്റ് ഇപ്പൊ ഞാൻ ഉപയോഗിക്കണം ചിക്കാണ്, ഞാൻ ഉപയോഗിക്കാത്ത ഒരു സാധനമാണ്. അപ്പോ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും ഒടുക്കത്തെ അസാധ്യ റിസൾട്ടാണ്. സമയം വൈകിട്ടുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. വീണ്ടും നമുക്ക് അടുത്തൊരു ദിവസം പിന്നീട് ഒരിക്കലും നമുക്ക് വിശദമായിട്ടൊക്കെ സംസാരിക്കാം. ഏറ്റെടുത്താൽ 100% വിജയമാണെന്ന് മാത്രമേ ഒരൊറ്റ വാക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്മാവി മാഡത്തിന് എന്നെ കൊണ്ട് ക്ഷണിച്ച ആളുകൾക്കും എല്ലാവർക്കും, നമ്മൾ അറിയുന്ന കുറെ ആളുകളുണ്ട് ഇതില്. അപ്പം എല്ലാവർക്കും മാലതി മാഡത്തിനൊക്കെ സ്ഥിരം താമസിച്ചെന്നൊക്കെ കാണുന്നതാണ്. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന്, ഉയർന്ന സ്ഥാനങ്ങളിൽ വെച്ച് നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു സാർ. എന്തൊരു സുഖമുള്ളൊരു നല്ലൊരു ദിവസമായിരുന്നു ഒന്ന്. നമുക്ക് സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നെഗറ്റീവുകളെ പോസിറ്റീവ് ആക്കി തരുന്ന ഒരു മേഖലയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയിൽ സാർ എത്തിപ്പെട്ടു. നമ്മുടെ ബെന്നി സാറ് പറയും പോലെ ഇരിക്കുന്ന കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ടാ വരിക എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ തന്നെ സാർ എന്തായിരുന്നോ ചെയ്തത് അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സ്വന്തമായ ഒരു പ്രശ്നത്തിന് പരിഹാരം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയപ്പോൾ ഇനി അത് നല്ലതാണ്, ബിസിനസ്സും ഉണ്ട്, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം എന്ന ആ ഒരു
നല്ലൊരു ചിന്തയോടുകൂടി പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന സാറിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഈ മോർണിംഗ് മീറ്റിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ സാർ. ഇനിയിപ്പോ കുറച്ച് റിവ്യൂ പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് വിനിത ടീച്ചറെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സാറേ, ഗുഡ് മോർണിംഗ് സാറേ, ഗുഡ് മോർണിംഗ് മാഡം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എംഐ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന വിനിത ടീച്ചറാണ്. എന്നെ മഹത്തായ അവസരം പരിചയപ്പെടുത്തിയ സുരാജ് സാറാണ്. സുരാജ് സാറിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എല്ലാ സപ്പോർട്ടും തന്നെ ഞങ്ങളെ കൂടെ നൽകി നമ്മളെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. വിനയ് സാറിന് ഈ അവസരത്തിൽ നന്ദി. പിന്നെ ഈ സൂം മീറ്റിംഗ് തന്നെയാണ് എനിക്ക് എന്റെ മൈൻഡിനെ പാകപ്പെടുത്തിയത്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, പ്രൊഡക്റ്റിനെ കുറിച്ചായാലും പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആയാലും ഓരോ ലീഡർമാർ പറയുന്ന സ്പീച്ച് നമ്മൾ എന്തെല്ലാമൊക്കെ ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞ് ഒക്കെ ഇതിലൂടെയാണ് എനിക്ക് കേട്ട് പഠിക്കാൻ കഴിഞ്ഞത്. പഠനം ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ അമരക്കാരനും പ്രിൻസിപ്പളും ഒക്കെ ആയ പ്രബി സാറിനും ഫാമിലിക്കും നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ MC സതി മേഡം അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. മേഡത്തിന് എത്രയും പെട്ടെന്ന് അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ സജി സാർ വന്ന വഴി തൊട്ട് പറഞ്ഞു, സാർ ഒരു ഫീൽഡിൽ നിന്നും ഇട്ടെറിഞ്ഞ് നമ്മളെല്ലാ ലീഡർമാരും അതാ പറയുന്നത്, പാർട്ട് ടൈം ആയിട്ടല്ല ചെയ്യേണ്ടത്, ഫുൾ ടൈം ആയിട്ടാണ് ചെയ്യേണ്ടത്. സാർ അത് ഏറ്റെടുത്തു, നെഞ്ചോട് ഏറ്റെടുത്തു ചെയ്യുന്നു. സാർ വന്ന വഴി പറഞ്ഞു, ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ ഇത്രയും ഇനിയും സാറിന്റെ സ്പീച്ച് കേൾക്കാനുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള സാറിന്റെ ഇതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ ലീഡർമാർ വന്ന് നമ്മൾ അത് സൂം മീറ്റിംഗിൽ തന്നെ വീഡിയോ ഓൺ ആക്കി ഇരിക്കുകയാണെങ്കിൽ അവർക്കും നല്ലൊരു ഇത് കിട്ടും. പറയാനുള്ള ഒരു ടെൻഡൻസി കൂടും ചെയ്യും. ഇത്രയും ആൾക്കാർ ഈ ഇത് മഴയും എന്തുതന്നെയായാലും തരണം ചെയ്തുകൊണ്ട്, നെറ്റ് ഇഷ്യൂ ഒക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഇത് സൂം മീറ്റിംഗ് കയറി നമ്മൾ സാറിന്റെ സ്പീച്ച് കേട്ട് എല്ലാവർക്കും നല്ല വിജയങ്ങൾ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാറിനായിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു. താങ്ക് യു വിനിത ടീച്ചർ. വിനിത ടീച്ചറിന് ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആശംസിക്കുകയാണ്. ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ഒക്കെ ലീഡർ ആയിട്ടുള്ള മാലതി ജയരാജ് മാഡത്തിനെ വെൽക്കം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സതി മാഡം. ഗുഡ് മോർണിംഗ് സിദ്ദിഖ് സാർ. ഗുഡ് മോർണിംഗ് പ്രബി സാർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. എന്നെ പരിചയപ്പെടുത്തി മാലതി ജയരാജ്, കൊടുവള്ളിയാണ്. STC RTC ടച്ചിങ്ങിലേക്ക് പോവാണ്. ബിസിനസ് അവസരം തന്ന എൻ്റെ ഒരു കുടുംബ സുഹൃത്തായ ശോഭന മാഡം വേണം, അവർക്ക് നന്ദി പറയാണ്. അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും തന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പിന്നിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള ഭവനേഷ് സാറിനും ശ്രീജ മാഡത്തിനും അതേപോലെ സുബി സാർ, നനി സാർ, ബെല്ലി സാർ അടക്കമുള്ള ലീഡേഴ്സിനും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും, ടീം ലീഡേഴ്സിനും അസോസിയേറ്റിനും ഒക്കെ തന്നെ നന്ദി പറയാണ്. അപ്പൊ ഇന്ന് നമ്മളെ സൂമില് നമ്മൾ സിദ്ദീഖ് സാർ ഇന്നലെ ഞങ്ങൾ രാത്രിയാണ് വിളിച്ചൊക്കെ കൺഫേം ആക്കി, അസ്മായിമായിട്ടൊക്കെ റെഡിയാക്കി സാറിനെ വിളിച്ച്. ഞങ്ങള് താമരശ്ശേരി GTS സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം സാർ ഈ 1.5 വർഷം കൊണ്ടാണ് DTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് കയറിയത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്പീച്ച് നമുക്ക് തരണമെങ്കിൽ സാർ അത്രയും MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ബിസിനസ്സിന് ആഴത്തിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പൊ നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ ഇരിക്കുന്ന കൊമ്പ് വെട്ടി. കാരണം സാറ് നിലവിലൊരു കുടുംബം നയിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ജോലി ഒഴിവാക്കി ഈ ഒരു ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കണമെങ്കിൽ അത്രയും ഈ ഒരു ബിസിനസ്സിനെ പഠിച്ചുകൊണ്ട് മാത്രമാണ് സാർ അത് ചെയ്തത്. അപ്പൊ അത്രയും ആഴങ്ങളിലേക്ക് ഇറങ്ങി മുബിൻ സാറെ ആ ഒരു സ്പീച്ചൊക്കെ നമ്മളെ നെക്സസ് പ്രോഗ്രാമിൽ നിന്ന് അത്രയും അത് ശ്രദ്ധയോടുകൂടി കേട്ട് അതിലെ മൈന്യൂട്ട് ആയിട്ടുള്ള സാറ് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും സാർ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു ബിസിനസ്സിനോടുള്ള ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് സാറ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു പവർ സാറിന് കിട്ടുകയും ചെയ്യും. സാറ് കിട്ടുന്നതുകൊണ്ട് സാറ് നമ്മളെ പിന്നെ പെർഫോമൻസ് ബോണസ് ഒക്കെ അച്ചീവ് ചെയ്തിട്ട് അന്ന് നെക്സസ് പ്രോഗ്രാമിൽ സ്റ്റേജിൽ കയറിയ ഒരു വ്യക്തിയാണ്. സാർ അതോടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ താമരശ്ശേരി GTS വരുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് അങ്ങനത്തെ ഓരോരോ അച്ചീവ്മെന്റും ഓരോരോ ആളുകളെ അച്ചീവ്മെന്റും ഞങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇമർ ഉസ്താദിന്റെയും അയ്യൂബ് സാറിന്റെയും ഒക്കെ അതിശക്തമായ ടീമില് നല്ല എത്രയും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ലീഡറായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ സാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞു. കാരണം നമ്മൾ പണം ഉണ്ടാക്കാൻ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിൽ വന്നത്. കാരണം സമ്പത്താണ് നമ്മളിപ്പോ നമ്മളെ GTS തന്നെ ഫസ്റ്റ് നമുക്ക് പണ്ടത്തെ GTS പറയുന്നുണ്ട്. കാരണം അതായത് ഈ ഹാർവർഡ് സക്സസ് അക്കാഡമി നടത്തിയ ഒരു പഠനത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ ജീവിതത്തിൽ സക്സസ് ആയി എന്ന് പറയണമെങ്കിൽ നമ്മളെ ആവശ്യങ്ങൾ അതിലപ്പുറത്തേക്ക് നമുക്ക് പറ്റുന്ന ലെവലിലേക്ക് നമ്മളെ കയ്യിൽ സമ്പത്ത് വന്നെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ പൈസ തന്നെയാണ് നമ്മളെ മോട്ടിവേഷൻ. പണം ഇല്ലാത്ത ആൾക്കാർക്ക് പല വേദികളിലും സാറ് പറഞ്ഞ ഉദാഹരണം ഒരുപാട് ഇതിന് ആപ്തമായിട്ടുള്ള ഒരു ഉദാഹരണം സാറ് പറഞ്ഞ ഒരു
ഒരു മുതലാളിക്ക് ഒരു സാധാരണക്കാരനും കിട്ടുന്ന ആ ഒരു പിന്നെന്താ പറയുക പ്രതികരണം, അതൊക്കെ സാർ ഇവിടെ പറഞ്ഞു. അപ്പൊ നമ്മൾക്ക് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് ഏറ്റെടുത്തെങ്കിൽ തന്നെ നമുക്ക് അത്രയും നല്ല അച്ചീവ്മെന്റ്സിലേക്ക് എത്താനും അത്രയും നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് നമ്മളെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും നമുക്ക് മെല്ലെ മെല്ലെ പോയി കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള വരുമാനമേ കിട്ടും. അപ്പൊ പല രീതിയിലും പല കമ്പനികളെ ഉദാഹരണങ്ങൾ പെടുത്തിക്കൊണ്ടും പല കമ്പനികളിലും ഒക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കമ്പനിക്കുള്ള പ്രാധാന്യം ഒക്കെ തന്നെ സാറിന്ന് ഇവിടെ പറഞ്ഞു. ഏറ്റെടുത്ത് ചെയ്യുന്നവനാണ് ഈ ഒരു ബിസിനസ് സക്സസ് ആവുന്നത്. അപ്പൊ ഓരോ വ്യക്തികളും ഈ ബിസിനസ് തന്റെ സ്വന്തം ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ട്രെയിനിങ്ങും പ്രോഗ്രാമും കയറി ഇറങ്ങേണ്ട പ്രാധാന്യം GTSന് എല്ലാവരും പറയും എന്റെ കൂടെ നിന്ന് ഗസ്റ്റ് ഇല്ല ഞാനില്ല എന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മളെ ഒരു മൊബൈൽ ചാർജറാണ് നമ്മൾ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ചാർജ് ആവാൻ നമ്മൾ അവിടെ പോയി ഇരിക്കുക എന്നുള്ളതാണ്. ആളുകൾ വന്നോളും. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള വഴികൾ തുറന്നു തരുന്ന ഒരു ബിസിനസ്സാണ് MI ലൈഫ്സ്റ്റൈൽ പറഞ്ഞ ബിസിനസ്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പൊ അവര് വരുന്നില്ല മറ്റോരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് നഷ്ടം എന്നല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും വരാനില്ല. അപ്പൊ നമ്മൾ അണികളെ ലീഡർ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിരയിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തികളാണ്. നമ്മൾ മുന്നേ ഇറങ്ങിയാൽ മതി, അണികൾ പിന്നിൽ വന്നോളും. അത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുക. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള അടിപൊളി സ്പീച്ചാണ്. സാറിന് നല്ലൊരു കൺഗ്രാജുലേഷൻ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സതി മാഡം നന്നായിട്ട് നമ്മളെ MC കൈകാര്യം ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം സാറ് പറഞ്ഞതിന്റെ റിവ്യൂ ഒക്കെ എടുത്തുകൊണ്ട് തന്നെ മാഡം നല്ല സൂപ്പറായിട്ട് MC കൈകാര്യം ചെയ്യുന്ന ഒരു ലീഡറായിട്ട് മാറുന്നുണ്ട്. മാഡം എത്രയും പെട്ടെന്ന് അടുത്ത് തന്നെ കമ്പനിയുടെ TC റാങ്ക് അച്ചീവ് ചെയ്യാൻ മാഡത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുള്ള ഓരോ വ്യക്തികളും അടുത്തടുത്ത റാങ്ക് ചേഞ്ച് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് സമ്പത്തൊക്കെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വ്യക്തികളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനവും ആശംസയും നന്ദി അറിയിച്ചുകൊണ്ട് അതിലുപരിയായിട്ട് നമ്മൾ എന്നും ഈ കിക്ക് സ്റ്റാർട്ട് മോർണിംഗ് തുറന്നിരുന്ന പ്രദീപ് സാറിന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. താങ്ക് യു സതീൻ മാഡം, താങ്ക് യു പ്രദീപ് സാർ, താങ്ക് യു പ്രദീപ് സാർ, താങ്ക് യു ടു ഓൾ. താങ്ക് യു മാലതി മാഡം. മാലതി മാഡത്തിനും അടുത്ത RTC ഉടനെ തന്നെ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ടൈം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്തതായിട്ട് എന്നെ എല്ലാ കാര്യത്തിനും എനിക്ക് ഒരു ദിവസം 3 or 4 വിളികൾ വരുന്ന എൻ്റെ ലീഡറാണ് അസ്മാവി മാഡം. അസ്മാവി മാഡത്തിനെ കിക്ക് സ്റ്റാർട്ട് മോർണിംഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സിദ്ദിഖ് സാർ. ഞാൻ മലേഷ്യ മാർക്കറ്റിംഗ് ഗ്ലോബൽ ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അസ്മായി മാഡം. ഇന്നിപ്പോൾ STCയിലാണ്. എനിക്ക് ഈ അവസരം പരിചയപ്പെടുത്തിയ റഹ്മത്ത് മാഡത്തിനോട് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ എന്നെ സൂമിലൂടെ വളർത്തിക്കൊണ്ടുവന്ന പ്രബീർ സാറോടും ഫാമിലിയോടും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ അപ്ലൈൻ ലീഡേഴ്സായ മാധി മാഡം, ശ്രീജ മാഡം, ഭവനേഷ് സാർ, എല്ലാ ലീഡേഴ്സിനോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ റാങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിൻ്റെ കഴിവാണ്. അതുകൊണ്ട് എൻ്റെ ടീം അസോസിയേറ്റിനും നന്ദി അറിയിക്കുക. എന്താ പറയുക സാറേ, വാക്കുകളില്ല. അത്രയും നല്ലൊരു സ്പീച്ചായിരുന്നു സിദ്ദിഖ് സാറ്. എന്നാലും സാറെ ഞാൻ വിളിച്ച സമയത്ത് സാറ് ഇപ്പം സുഖമില്ലാന്ന് എന്നോട് പറഞ്ഞില്ല. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കുകയാണ്. അപ്പോൾ ആ വിഷമം പറഞ്ഞ സാറെ വേണ്ടാന്ന് ഞാൻ പറയല്ലോ. അത്രയും സാറ് ഈ നമ്മളൊരു ഗസ്റ്റ് വിളിക്കുന്ന സമയത്ത് വേണ്ട 2 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ സാറെ സ്പീച്ച് ഞാൻ എത്രയോ പ്രാവശ്യം താമരശ്ശേരി GTS കേട്ടിട്ടുണ്ട്. അപ്പം നല്ല സ്പീച്ച് അയക്കും. സൂമിലൊന്ന് വന്നാൽ എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ അയക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട് സാറ്. 100 പേരെങ്കിലും കയറണം എന്ന് വിചാരിച്ച് കുറേ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ മയക്കാരനായിരിക്കും കുറേ ആൾ കയറിയില്ല. എല്ലാ കാര്യങ്ങളും ഒരു പുതിയ വ്യക്തി നമ്മളെ ഈ ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ തുടങ്ങണോ, എങ്ങനെ കൊടുക്കണോ, എങ്ങനെ ഹോം മീറ്റിങ്ങിലൂടെ സാർ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഹോം മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും വന്ന് ഇരിക്കും, കഴിയൂല ഞാൻ വേറൊന്ന് ചെയ്ത്. അത് എത്രയോ നമുക്ക് ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്തുള്ള ഒരു സത്യാവസ്ഥയാണ്. പക്ഷെ അത് നമ്മൾ സ്വന്തം നമ്മൾ തന്നെ പറഞ്ഞ് അവൾ വിട്ടാക്കി മനസ്സിലാക്കി നമ്മളെ പ്ലാനും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും നമ്മളെ ഈ കമ്പനിയിലേക്ക് വരും. പക്ഷെ ഓരോരുത്തർക്കും ഒരു സമയമുണ്ട്. പക്ഷെ നമ്മൾ ഒരു വരുന്നില്ല അവർ വരുന്നില്ല എന്ന് നിൽക്കരുത്. എല്ലാവർക്കും ആ സമയമാകുമ്പോൾ ആള് വന്നോളും. സൗണ്ട് ഇല്ല. എന്തായാലും സാറെ വളരെ സന്തോഷം. സാറിന് പെട്ടെന്ന് ZTC റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. അതുപോലെ എൻ്റെ അസോസിയേറ്റായ സതി മേഡം അഗ്രോ പ്രൊഡക്റ്റുമായിട്ടുള്ള അതിനിപ്പോൾ മഴ കാരണം കുറച്ചൊന്ന് 2-3 ദിവസമായി നിന്നിട്ട്. പക്ഷേ ടെൻഷനാണ്. ഞാൻ എപ്പോഴും വിളിച്ചും കൊണ്ടൊക്കെ അത് മഴ കഴിഞ്ഞാൽ ഓർഡറുകളൊക്കെ വന്നോളൂ എന്ന്. അപ്പം നമ്മൾ ഈ കമ്പനിയിൽ വന്ന എല്ലാവർക്കും വിജയിക്കാൻ പറ്റും തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ ഇപ്പം 4 വർഷമായി
ഇതിലേക്ക് വന്നിട്ട്. അന്ന് എൻ്റെ കൂടെയുള്ള റഹ്മത്ത് മേഡം സിൽവർ റാങ്ക് ആയപ്പോൾ നിന്നാലും ഞാൻ അന്ന് പിടിച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കഴിവുള്ള അസോസിയേറ്റിന്റെ കൂടെ വന്നത്. കിന്നാട്ടിയിലും കഴിവുള്ള അസോസിയേറ്റ് ടീമിലുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും പെട്ടെന്ന് STC ഒക്കെ ആവാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ. അപ്പൊ എല്ലാവർക്കും ഈ സൂമിൽ കയറി എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. സദി മേഡത്തിനും അടുത്ത റാങ്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാണ്, പ്രാർത്ഥിക്കാണ്. ഓക്കെ, താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മേഡം. താങ്ക് യു, താങ്ക് യു. താങ്ക് യു അസ്മാവി മാഡം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇവിടെ പെരും മഴയാണ്, തുള്ളിക്കൊരു കടന്ന് വേണം പറയാൻ. ഇന്നിപ്പോ ഒരുപാട് ആളുകൾ കയറി, അറിയുന്ന മുഖങ്ങള്. ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് വീഡിയോ ഓണാക്കി ഇരുന്ന എല്ലാവർക്കും, അല്ലാണ്ട് കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. നമ്മുടെ സിദ്ദിഖ് സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാവരും കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ടൈമൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോ ഈ സൂമിൽ വന്നിട്ട് സംസാരിക്കാനൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ തന്നത് പ്രവീഷ് സാറ് തന്നെയാണ്. പ്രവീഷ് സാറിന്റെ ഒരൊറ്റ ഒരു വാക്കാണ്, നിങ്ങൾക്ക് തെറ്റണം, തെറ്റിക്കോട്ടെ, പേടിക്കണ്ട, തെറ്റണം എന്നാലേ ശരിയാവുള്ളൂ. ആ ഒരു വാക്ക് കേട്ടിട്ടാണ്. പേടിക്കണ്ടല്ലോ, പറഞ്ഞിട്ടില്ലേ തെറ്റിക്കോട്ടെ എന്ന് പറയുന്നത്, എന്നാലേ ശരിയാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വാക്ക് കേട്ടിട്ടാണ് ഇന്നിപ്പോ ആര് വിളിച്ചാലും എപ്പോ വിളിച്ചാലും എനിക്ക് ധൈര്യത്തോടെ വന്നിട്ട് സൂമിൽ സംസാരിക്കാനുള്ള ഒരു ധൈര്യം തന്ന സാറാണ്. സാറിന് ഞാൻ നന്ദി, അത് എന്നോടൊപ്പം തന്നെ കടപ്പാട് അറിയിക്കുകയാണ്. ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കയറി എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേയും വൈൻഡ് അപ്പ് സെക്ഷനിലേക്ക് പ്രവീഷ് സാറിനെ വെൽക്കം ചെയ്യുന്നു. Yes, thank you. Thank you, Sadhi Madam. Good morning, Sadhi Madam. Good morning, Siddiq sir. Good morning, Malji Madam. Good morning to all leaders. Video on ആക്കിയ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് അല്ലെ. ഒരു സ്പെഷ്യൽ ആൾക്കാരാണല്ലോ അവർ, വീഡിയോ ഓൺ ആക്കിയ ആൾക്കാർ. അപ്പൊ അവർക്കൊരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ ഓൺ ആക്കാൻ മനസ്സിൽ ഇങ്ങനെ ഞാൻ വീഡിയോ ഓൺ ആക്കട്ടെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ആക്കും. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നല്ലൊരു ഹാറ്റ്സ് ഓഫ് സിദ്ദിഖ് സാറിന് കൊടുക്കണം. ബിക്കോസ് സാർ വന്ന് മേഖല പറഞ്ഞ ഒരു പബ്ലിക് എക്സ്പോഷർ ആയിട്ടുള്ള ഒരു മേഖലയിൽ വന്നിട്ട് വീണ്ടും ഒരു പബ്ലിക്കിനെ പിന്നെ പബ്ലിക്കിന്റെ ലൈഫ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ അടുത്ത ഒരു ഘട്ടം എന്താണ് ഉള്ളത് അത് പറഞ്ഞു തരാനും അത് കാണിച്ചു കൊടുക്കാനും വീണ്ടും സാർ അതിലേക്ക് ഇറങ്ങി അല്ലെ. ഒരു പബ്ലിക് ലൈഫിന് മറ്റേ പബ്ലിക് ലൈഫിലേക്ക് കയറാൻ നേരത്ത് ഒരു പബ്ലിക് ലൈഫിന് സാർ പറഞ്ഞിട്ടുണ്ട് എല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് കൂടിയാണ് പോണതെങ്കിൽ, പക്ഷെ മറ്റൊരു ലൈഫിലേക്ക് കയറിയപ്പോൾ അവിടെ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബാണ് ഉള്ളത്. ഒരു ഫാമിലിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വൈബാണ് ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമുക്ക് കിട്ടിയത്. അത് മാക്സിമം യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ലൈഫും സെറ്റിലാവും, അവരുടെ കൂടെ വരുന്ന ആൾക്കാരുടെ ലൈഫും സെറ്റിലാക്കി കൊടുക്കാൻ പറ്റും. ബിക്കോസ് അവിടെയാണ് നമ്മൾ ഒരു ബ്ലെസ്സിങ്സ് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിദ്ദിഖ് സാറിന്റെ ഫാദറിന്റെ എത്രയും പെട്ടെന്ന് സ്പീഡി റിക്കവറി, എത്രയും പെട്ടെന്ന് തന്നെ ഫാദർ ഒന്ന് നോർമൽ ലൈഫിലേക്ക് വരാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ബിക്കോസ് നമ്മളെല്ലാവരും ബ്ലെസ്സിങ്സ് ആണ് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഓരോരുത്തരും പിടിച്ചു നിർത്തുന്നത്. ഓരോ വ്യക്തികളുടെ ബ്ലെസ്സിങ്സ്. ഞാൻ പറഞ്ഞു എൻ്റെ ഫാദർ കിടന്നു പോയപ്പോൾ കുറച്ചു കാലം വരെ എനിക്കും ആ ഒരു ടെൻഷൻസൂടെ പോകാൻ പറ്റിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മൈ ലൈഫിൽ വന്നപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് അല്ലെ. കുറെ കാര്യങ്ങൾ നമ്മൾ പേരൻസ് ആയിട്ട് നമ്മൾ കാണിക്കാറില്ല. അപ്പം ആ ഒരു കാര്യങ്ങൾ മൈ ലൈഫിൽ വന്നപ്പോഴാണ് എനിക്ക് പറ്റിയത്. ബിക്കോസ് ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ എപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ അവസാന ഘട്ടത്തിൽ ഫാദറിന്റെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റി, കിടക്കാൻ പറ്റി. അതൊന്ന് മൈ ലൈഫിൽ കയറി വന്നപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആ ബിസിനസിന്റെ കൂടെ നമുക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി സിദ്ദിഖ് സാറ് നമുക്ക് കുറെ വാല്യൂബിൾ ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു തുടക്കക്കാർ വന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അതിനൊരു പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. ആ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞു. ബിക്കോസ് സാറിന്റെ അപ്പിയറൻസും സാറിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണലിസം ഉണ്ട് അവിടെ. ബിക്കോസ് സാർ വന്നതും ആ ഒരു മേഖലയായതുകൊണ്ട് ആ പ്രൊഫഷണലിസം ആണ് നമ്മൾ കീപ്പ് അപ്പ് ചെയ്യേണ്ടത്. എന്റെ സാറിന്റെ വാക്കുകൾ എനിക്ക് തോന്നുന്നു വളരെ ഷോർട്ട് ടൈമാണ് കിട്ടിയത്,
പക്ഷെ ആ ഷോർട്ട് ടൈമിൽ കുറെ പോയിന്റ് സാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. ആ വാല്യുബിൾ പോയിന്റ്സ് ആണ് നമ്മൾ ഓരോരുത്തരും ക്യാച്ച് ചെയ്യേണ്ടത്. ആ വാല്യുബിൾ പോയിന്റ്സ് ക്യാച്ച് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കും വിജയിക്കാൻ പറ്റും. അപ്പം നല്ല ഒരു സെഷൻ ആണ് ഇന്ന് സിദ്ദിഖ് സാറിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു സാറിന് ഒരു 1 ഡേ പറയാനുള്ള ഒരു സെക്ഷൻ കൊടുക്കേണ്ട ഒരു പ്രോസസ് ഉണ്ട്. അത് അത്രേ ഉണ്ടാവും പറയാൻ. ബിക്കോസ് ഓരോ ഘട്ടത്തിൽ കൂടിയാണ് വന്ന ഒരു ലീഡറായിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അത്രയും മൈൻഡിലുണ്ട്. പക്ഷെ ഒരു ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് സാർ അത് ചുരുക്കിയതാണ്. അപ്പൊ നമുക്കും സമയമില്ല. 7 o'clock ആണ് വൈൻഡ് അപ്പ്. 7 മണി ആയിട്ട് 4 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ 4 മിനിറ്റ് മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ച്വാലിറ്റി കൈൻഡ് ഓഫ് തിങ് ആണ് നമ്മൾ ഈ ഒരു മൈ ലൈഫിൽ വന്നിട്ട് പഠിക്കുന്നത്. ആ പഞ്ച്വാലിറ്റി നമ്മളെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണം, എന്നാലേ നമ്മളത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ തോട്ട് ഓഫ് എ ഡേ, നമ്മൾ എല്ലാ ദിവസവും ഒരു തോട്ട് ഓഫ് എ ഡേ പറയുന്നുണ്ട്. ഇന്നത്തെ തോട്ട് ഓഫ് എ ഡേ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണത് സിദ്ദിഖ് സാറിനും സതി മാഡത്തിനും, അതേപോലെ തന്നെ ഇന്ന് ഇവിടെ ഏകദേശം നമുക്ക് ഇതിനകത്തുള്ളത് 50 പേരാണുള്ളത്. അപ്പൊ 50 പേർക്ക് വേണ്ടിയിട്ടുള്ള തോട്ട് ഓഫ് ദ ഡേ ആണ് ഇവിടെ കൊടുക്കാൻ പോണത്. ഈ തോട്ട് ഓഫ് ദ ഡേ പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഡേന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്ന വ്യക്തികൾ മാത്രമേ ഈ ബിസിനസ്സിൽ സക്സസ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ആ ഡേന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് പോവുക. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് വെക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെങ്കിൽ ആ തീരുമാനത്തിന്റെ മുകളിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. ആ തീരുമാനം സ്റ്റിക്ക് ചെയ്യുന്ന ഈ തോട്ടാണ് ഇന്ന് വരാൻ പോണത്, തോട്ട് ഓഫ് എ ഡേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് താങ്ക്സ് കൊടുക്കേണ്ടത് പ്രവീൺ ചന്ദ്രൻ സാറിനാണ്. പ്രവീൺ ചന്ദ്രൻ സാർ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട്, ഒരു കമ്പനി ഫോം ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഏറ്റെടുക്കുക, മുമ്പോട്ട് പോവുക. ഏറ്റെടുത്ത ലീഡറാണ് നമ്മളെ ബെല്ലി സാർ, ഏസ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ വേൾഡ് ടീം കോർഡിനേറ്റർ അല്ലെ. ആ ഏറ്റെടുത്തുകൊണ്ടാണ് സാറിന് ഇന്ന് ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയത്. അതേപോലെ തന്നെ മാർവൽ ഇന്റർനാഷണലിന്റെ സുബി സർ, ITC അല്ലെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ, ടീം ലവ് ഷോറിന്റെ ഭവനി സർ, കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ, SPG ഗ്രൂപ്പിന്റെ ശ്രീജ മാഡം, നാഷണൽ ടീം കോർഡിനേറ്റർ, GBG ഗ്രൂപ്പിന്റെ സുരാജ് സർ, RTC ലീഡർ സുരാജ് സർ, അതേപോലെ തന്നെ RTC ലീഡർ രഞ്ജിത് ബാലു സർ, ഡയമണ്ട് ഇന്റർനാഷണൽ. അതേപോലെ തന്നെ ടീം കോൺഫിഡൻസ് അല്ലെ, ഇതെന്റെ എല്ലാം നിൽക്കുന്ന ടീം കോൺഫിഡൻസ് ഒരു ഗ്രൂപ്പിന്റെ ഹെഡ് ചെയ്യുന്നതാണ് ഗണേഷ് മാധവൻ സർ, ഒരു ടെക്നിക്കൽ ഗുരു. നമുക്ക് ഈ എല്ലാം പ്രോസസ് ഉള്ള എല്ലാ കൈൻഡ് ഓഫ് ലീഡേഴ്സ് നമുക്കുണ്ട്. ഏത് ലീഡറിനാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടത് നമ്മൾ തീരുമാനിക്കുക. ആ ലീഡറിനെ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്താൽ മതി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആ പഠിച്ചെടുക്കണമെങ്കിൽ ഇന്നത്തെ തോട്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മളൊന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി അല്ലെ. ഇന്നത്തെ തോട്ട് പറയുന്നത് I know you have heard it 1,000 times before. നിങ്ങൾ ഈ കാര്യങ്ങൾ ഒരു 1000 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവുമായിക്കാണ്. ബട്ട് ഇറ്റ് ഇസ് ട്രൂ, ഹാർഡ് വർക്ക് പേസ് ഓഫ് അല്ലെ. നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് കിട്ടും. 100% നമ്മൾ കേട്ട കാര്യമാണ് അല്ലെ. കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറണം. ഇഫ് യു വാണ്ട് ടു ബി ഗുഡ് യു ഹാവ് ടു പ്രാക്ടീസ് 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 അല്ലെ. നമുക്ക് നല്ലതാവണമെങ്കിൽ നല്ല കാര്യങ്ങൾ ഇന്ന് സിദ്ദിഖ് സാർ പറഞ്ഞ കാര്യങ്ങൾ അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. വേറെ ഒന്നും ചെയ്യാനില്ല. സാർ പറഞ്ഞ ഓരോരോ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ച ആൾക്കാരാണെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. യു ഡോണ്ട് ഹാവ് ടു ലവ് സംതിങ് ദെൻ ഡോണ്ട് ഡു ഇറ്റ്. നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ചെയ്യണ്ട, വിട്ടു പോവുക അല്ലെ. നമുക്ക് സ്നേഹിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് മൈ ലൈഫ് സ്റ്റൈൽ. അത് നമുക്ക് സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വിട്ടു പോവുക, നമ്മൾ ഇത് ചെയ്യണ്ട അല്ലെ. ആ സ്നേഹത്തോടെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ബിക്കോസ് ലൈഫ് കൊണ്ടാണ് നമ്മൾ കളിക്കുന്നത്. ആ ലൈഫ് നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അത് മാക്സിമം യൂസ് ചെയ്യുക, ഇത്രയും അതിനകത്ത് പറയാനുള്ളൂ. ആ മാക്സിമം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, വേറെ ഒന്നും ചെയ്യേണ്ട. റെഗുലർ ആയിട്ട് GTS അറ്റൻഡ് ചെയ്യുക, റെഗുലർ ആയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, റെഗുലർ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ എവിടേക്ക് എന്താണ് ഇവന്റ്സോ പ്രോഗ്രാംസ് നടക്കുന്നത് അതെല്ലാം അറ്റൻഡ് ചെയ്യുക. അതിനോട് നമുക്ക് പഠിക്കാൻ പറ്റും എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ പഠിക്കുക, മുമ്പോട്ട് പോവുക, സക്സസ് നേടിയൊക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. വിഷിംഗ് യു ഹാപ്പി മൺഡേ. കീപ് ഗോയിങ്, കീപ് സ്മൈലിംഗ്. താങ്ക് യു. ബൈ. Thank you, sir. Thank you, sir. Yes, thank you. Thank you, sir.
and so on. Yes, Vinitha teacher, വന്നോളൂ, പറഞ്ഞോളൂ, പോയിക്കോളൂ. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. വീഡിയോ ഓണാക്കിയവർ എല്ലാവരും നാളെ തന്നെ റാങ്ക് ചെയ്തേട്ടെ. വീഡിയോ ഓണാക്കാത്തവർ അടുത്ത ആഴ്ച റാങ്ക് ചെയ്ത് മാറട്ടെ. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ. യെസ്, ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്. നാളെ വീണ്ടും കാണാം. താങ്ക് യു സിദ്ദിഖ് സർ, താങ്ക് യു സതി മാഡം, താങ്ക് യു, ബൈ ബൈ. താങ്ക് യു സർ. നല്ല Thank you. താങ്ക് യു.